ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ മേർഡർ മിസ്റ്ററി സിനിമയാണ്, ഗ്ലാസ് അണിയൻ. ഇത് നൈഫ്സ് ഔട്ട് സീരീസിലെ രണ്ടാമത്തെ ചിത്രമാണ് കേട്ടോ. ഒരു രക്ഷയുമില്ലാത്ത പടം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 2020 മെയ് മാസത്തിലാണ്, അതായത് നമ്മുടെ കൊറോണ കാലത്ത്. ലോകം മുഴുവൻ ലോക്ക്ഡൌണിൽ കിടക്കുന്ന സമയമായിരുന്നു അത്. സിനിമ തുടങ്ങുന്നത് കണക്ടിക്കറ്റിലെ ഗവർണറായ ക്ലെയറിൽ നിന്നാണ്. അടുത്ത ഗവർണറാകാൻ മത്സരിക്കുന്ന ക്ലെയർ ലോക്ക്ഡൌൺ കാരണം വീട്ടിലിരുന്ന് ഒരു ലൈവ് ന്യൂസ് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ വീട്ടിലേക്ക് ഒരു മിസ്റ്ററി ബോക്സ് വരുന്നത്. അവളുടെ പഴയ സുഹൃത്ത് മൈൽസ് ബ്രോൺ അയച്ചതായിരുന്നു അത്. സീൻ മാറുന്നു. അടുത്തതായി നാം കാണുന്നത് സയന്റിസ്റ്റായ ലയണലിനെയാണ്. അദ്ദേഹം തന്റെ ടീമുമായി ഒരു ഓൺലൈൻ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ റിസ്ക്കുള്ള തീരുമാനമെടുക്കുന്നതിൽ നിന്ന് ടീമിലെ എല്ലാവരും ലയണലിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ലയണൽ അവരെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സംസാരത്തിനിടയിൽ അവരുടെ ബോസിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. ബോസ് വളരെ വിചിത്രമായതും പ്രവചിക്കാൻ പറ്റാത്തതുമായ ഐഡിയകൾ നൽകുന്ന ഒരാളാണ്. പാതിരാത്രിയിലാണെങ്കിൽ പോലും ഫാക്സ് വഴി ഇത്തരം ഐഡിയകൾ ലയണലിന് വരാറുണ്ട്. ലയണൽ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇതിൽ ഭൂരിഭാഗം ഐഡിയകളും ഉപയോഗശൂന്യമാണെന്ന്. പക്ഷേ ചില ഐഡിയകൾ അത്രയ്ക്കു മികച്ചതായതുകൊണ്ടാണ് ഇന്നവർ ഇത്രയും വലിയ വിജയം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതേസമയം ക്ലെയറിന് കിട്ടിയ അതേ നിഗൂഢമായ പെട്ടി ലയണലിനും ലഭിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ഹൈ പ്രൊഫൈൽ പാർട്ടിയാണ്. ലോക്ക്ഡൌൺ നിയമങ്ങൾക്ക് തികച്ചും വിപരീതമായിട്ടായിരുന്നു ആ പാർട്ടി നടന്നിരുന്നത്. കാരണം അവിടെ ആരും മാസ്ക് ധരിച്ചിരുന്നില്ല, സാമൂഹിക അകലവും പാലിച്ചിരുന്നില്ല. ബേഡി എന്നു പേരുള്ള ഒരു പ്രശസ്ത മോഡലാണ് ഈ പാർട്ടി സംഘടിപ്പിച്ചത്. എന്നാൽ വിരോധാഭാസമെന്നു പറയട്ടെ, അവിടെ തന്റെ ബോറടിച്ചിരിക്കുകയായിരുന്നു പാർട്ടിയിൽ. ബേഡി തന്റെ അസിസ്റ്റന്റായ പെഗ്ഗിനോട് ഫോൺ ചോദിക്കുന്നു. എന്നാൽ പെഗ് അത് നൽകാൻ വ്യക്തമായി തന്നെ വിസമ്മതിക്കുന്നു. കാരണം അടുത്തിടെ ബേഡി ട്വിറ്ററിൽ പങ്കുവച്ച ഒരു വിവാദ പോസ്റ്റ് കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവൾ നേരിടേണ്ടി വന്നിരുന്നു. ബേഡി കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് പെഗ് ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ ക്ലെയറിനും ലയണലിനും ലഭിച്ച അതേ പെട്ടി പെഗ്ഗിന്റെ കയ്യിലുമെത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ലെയറും ലയണലും ബേഡിയും ഒരു കോൺഫറൻസ് കോളിൽ സംസാരിക്കുന്നു. ഡ്യൂക്കുമായി ആരെങ്കിലും സംസാരിച്ചോ എന്ന് ബേഡി അവിടെ ചോദിക്കുന്നു. അപ്പോഴാണ് സിനിമയിൽ ഡ്യൂക്കിനെ പരിചയപ്പെടുത്തുന്നത്. ഡ്യൂക്ക് ഒരു യൂട്യൂബറാണ്. പുരുഷ അവകാശങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്ന ആളാണവൻ. അവന്റെ കാമുകി വിസ്കിയും അവന്റെ കണ്ടന്റിന്റെ ഭാഗമാണ്. ലൈവ് സ്ട്രീമിങ്ങിനിടെ ഡ്യൂക്കിന്റെ അമ്മ അവനൊരു ഡെലിവറി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. തീർച്ചയായും ആ ഡെലിവറിയിൽ നേരത്തെ കണ്ട അതേ പെട്ടി തന്നെയായിരുന്നു. ഡ്യൂക്കും കോൺഫറൻസ് കോളിൽ ജോയിൻ ചെയ്യുന്നു. ക്ലെയർ, ലയണൽ, ബേഡി, ഡ്യൂക്ക് എന്നിവർ ചേർന്ന് ആ പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ നിന്ന് സിനിമ രസകരമായൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നു. കാരണം ആ പെട്ടി തുറക്കാൻ അവർക്ക് ഒരുപാട് പസിലുകൾ സോൾവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചെസ് പസിൽ, മോഴ്സ് കോഡ്, മ്യൂസിക് ക്ലൂസ്, അങ്ങനെ പലതരം കടങ്കഥകൾ. ഇതെല്ലാം കൂടി സോൾവ് ചെയ്തപ്പോൾ ആ പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു ഗ്ലാസ് ഒണിയൻ പുറത്തുവരുന്നു. അതിനുള്ളിൽ ഒരു ക്ഷണക്കത്തുണ്ടായിരുന്നു. മൈൽസ് ബ്രോൺ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കായി അയച്ചതായിരുന്നു അത്. എല്ലാവരെയും തന്റെ പ്രൈവറ്റ് ഐലൻഡിലേക്ക് ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ അദ്ദേഹം ക്ഷണിക്കുകയാണ്. അവിടെ അവർക്ക് ഒരു മേർഡർ മിസ്റ്ററി ഗെയിം കളിക്കാനുണ്ട്. മൈൽസിന്റെ തന്നെ കൊലപാതകം ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കുക എന്നതായിരുന്നു ആ ഗെയിം. ഈ ക്ഷണം കിട്ടിയതോടെ എല്ലാവരും ആവേശത്തിലാവുകയും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു കഥാപാത്രത്തെ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ അടുത്തും ഇതേ ഇൻവിറ്റേഷൻ ബോക്സ് എത്തുന്നു. എന്നാൽ അവൾ ആ പസിലുകളൊന്നും സോൾവ് ചെയ്യാതെ ഒരു ചുറ്റിക കൊണ്ട് ആ പെട്ടി തല്ലിപ്പൊളിച്ച് അതിനുള്ളിലെ ക്ലൂ പുറത്തെടുക്കുന്നു. ഇൻവിറ്റേഷൻ വായിച്ചപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിനു പകരം ടെൻഷനും സങ്കടവുമാണുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് മറ്റുള്ളവരേക്കാൾ ആഴത്തിലുള്ള എന്തോ ഒരു ബന്ധം അവൾക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാണീ ലേഡി? അത് കഥയിൽ പിന്നീട് വെളിപ്പെടും. അവസാനം നമ്മൾ നമ്മുടെ പ്രശസ്ത ഡിറ്റക്റ്റീവ് ബെനോയിഡ് ബ്ലാങ്കിനെ കാണുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. ലോക്ക്ഡൌൺ കാരണം അദ്ദേഹം അത്രത്തോളം ബോറടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്റെ ബാത്ത് ടബിൽ നിന്ന് പോലും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിനു ചുറ്റും ഡ്രിങ്ക്സും പുസ്തകങ്ങളും സിഗരറ്റും എല്ലാം ചിതറിക്കിടപ്പുണ്ട്. സുഹൃത്തുക്കൾ ഓൺലൈൻ ഗെയിംസിലൂടെ അദ്ദേഹത്തെ രസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടത് ഗെയിമുകളല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിലെ ഒരു കേസാണ് എന്ന് ബ്ലാങ്ക് വ്യക്തമായി പറയുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വീട്ടിലും ആ നിഗൂഢമായ പെട്ടി എത്തുന്നു. ഇവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ഈ കഥയുടെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾ ഓർത്തുവെക്കുക. സീൻ മാറുന്നത് ഗ്രീസിലേക്കാണ്. അവിടെ നമ്മൾ ആദ്യം കാണുന്നത് ബെനോയിഡ് ബ്ലാങ്ക് എത്തുന്നതാണ്. കുറച്ചുകഴിഞ്ഞ് ലയണൽ അവിടെ എത്തുന്നു. പിന്നാലെ ക്ലെയറും അതിനുശേഷം ബേഡിയും തന്റെ അസിസ്റ്റന്റ് പെഗ്ഗിനുമൊപ്പം അവിടെ എത്തുന്നു.
എല്ലാവരും ബ്ലാങ്കിനെ അവിടെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ബ്ലാങ്ക് ഒരു പ്രശസ്ത ഡിറ്റക്റ്റീവാണ്. മൈൽസ് കഴിഞ്ഞ 8 വർഷമായി തന്റെ ഇത്തരം പാർട്ടികളിലേക്കോ യാത്രകളിലേക്കോ പുതിയ ആരെയും ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ബ്ലാങ്കിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരു സർപ്രൈസായിരുന്നു. ഇവരെല്ലാവരും മൈൽസിന്റെ സുഹൃത്തുക്കളാണ്, എന്നാൽ ബ്ലാങ്ക് അവരിലൊരാളല്ല. സാഹചര്യം മനസ്സിലാക്കിയ ലയണൽ പറയുന്നത് മൈൽസ് തന്റെ മേർഡർ മിസ്റ്ററി ഗെയിം കൂടുതൽ രസകരമാക്കാൻ ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവിനെ കൂടി ഉൾപ്പെടുത്തിയതാകാമെന്നാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കുന്നത്. ഡ്യൂക്കും കാമുകി വിസ്കിയും ബൈക്കിൽ വന്നിറങ്ങുന്നു. താൻ വന്ന വിവരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഡ്യൂക്ക് ആകാശത്തേക്ക് വെടിവെച്ചത്. ഇതിനിടയിൽ ഒരു കാർ അവിടെ വന്നു നിൽക്കുന്നു. അതിൽ നിന്നിറങ്ങിയ ഒരാൾ പറയുന്നു, ഈ ദ്വീപിലെത്താൻ ബോട്ട് എടുക്കണമെന്നും അതിന് ഏകദേശം 2 മണിക്കൂർ എടുക്കുമെന്നും. എന്നാൽ ബോട്ടിൽ കയറുന്നതിനു മുൻപ് എല്ലാവരും ഒരു ഡിസിൻഫെക്റ്റന്റ് ഷോട്ട് എടുക്കേണ്ടത് നിർബന്ധമാണ്. തുടർന്നൊരു മെഡിക്കൽ ഗണ്ണിലൂടെ ഓരോരുത്തർക്കും ആ ഷോട്ട് നൽകുന്നു. ബ്ലാങ്ക് ആ മരുന്നിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല. ഇനി മാസ്ക് ധരിക്കേണ്ടി വരില്ല എന്നു മാത്രമാണ് അവർ പറയുന്നത്. പൈനാപ്പിൾ അലർജി ഉള്ളതുകൊണ്ട് മരുന്നിൽ പൈനാപ്പിൾ ഇല്ലെന്ന് ഡ്യൂക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ഷോട്ടിനൊപ്പം തന്നെ എല്ലാവരുടെ കയ്യിലും ഓരോ ഇലക്ട്രോണിക് ബെൽറ്റും കെട്ടിക്കൊടുക്കുന്നു. ഇതൊരുപക്ഷേ ട്രാക്കിങ്ങിനോ അല്ലെങ്കിൽ ഐലൻഡിലെ പ്രവേശനത്തിനോ ആയിരിക്കാം. അങ്ങനെ എല്ലാവരും ബോട്ടിൽ കയറാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അടുത്ത ആൾ വരുന്നത്. അത് ആൻഡി ആയിരുന്നു. നേരത്തെ ചുറ്റിക കൊണ്ട് പെട്ടി തല്ലിപ്പൊളിച്ച് ഇൻവിറ്റേഷൻ എടുത്ത അതേ പെൺകുട്ടി. ആൻഡിയെ കണ്ടതും എല്ലാവരും അത്ഭുതപ്പെടുകയും വല്ലാതെ അസ്വസ്ഥരാവുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ബോട്ടിലെ യാത്രയ്ക്കിടയിൽ ആൻഡി എല്ലാവരിൽ നിന്നും അകന്നു മാറി നിൽക്കുകയാണ്. അവൾ ആരോടും സംസാരിക്കുന്നില്ല. ആൻഡിയെ കണ്ടപ്പോൾ എല്ലാവരും ഇത്രയധികം ഞെട്ടിയതെന്തുകൊണ്ടാണെന്ന് ബ്ലാങ്ക് പതുക്കെ ലയണലിനോട് ചോദിക്കുന്നു. മൈൽസും ആൻഡിയും ചേർന്നാണ് ആൽഫ എന്ന കമ്പനി തുടങ്ങിയതെന്ന് ലയണൽ വിശദീകരിക്കുന്നു. എന്നാൽ പിന്നീട് ചില നിയമപരമായ നീക്കങ്ങളിലൂടെ മൈൽസ് ആൻഡിയെ കമ്പനിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കി. ആൻഡിക്ക് കമ്പനിയിൽ നിന്നും ഒന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ബിസിനസ് ലോകത്ത് അവൾ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് മൈൽസും ആൻഡിയും ഇപ്പോൾ ഇത്രയധികം ശത്രുതയിലായത്. അങ്ങനെയുള്ള ആൻഡി ഈ മേർഡർ മിസ്റ്ററി ഗെയിമിനായി ഇവിടെ എത്തിയത് എല്ലാവരിലും വലിയ അത്ഭുതമുണ്ടാക്കി. കുറച്ചുകഴിഞ്ഞ് ബോട്ട് ദ്വീപിലെത്തുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് ഉയർന്നുവരുന്ന അതിമനോഹരമായൊരു ഗ്ലാസ് ഡോക്ക് വഴിയാണ് അവർ കരയിലിറങ്ങുന്നത്. ലയണൽ കൗതുകത്തോടെ ബോട്ടിലെ ക്യാപ്റ്റനോട് ഇതിന്റെ ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ തമാശയായി ഷൈറ്റ് എന്ന് മറുപടി നൽകുന്നു. ലയണൽ അത് ഏതെങ്കിലും ഗ്രീക്ക് ആർട്ടിസ്റ്റിന്റെ പേരാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ വെറുതെ തമാശ പറഞ്ഞതായിരുന്നു. എല്ലാവരും ദ്വീപിലെത്തുമ്പോൾ മൈൽസ് ബ്രോൺ ഗിറ്റാറൊക്കെ വായിച്ചവരെ സ്വാഗതം ചെയ്യുന്നു. അവൻ എല്ലാവരെയും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഡിസിൻഫെക്റ്റന്റ് ഷോട്ട് എടുത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് ക്ലെയർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഡ്യൂക്കിന്റെ കാമുകി വിസ്കിയും മൈൽസും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു ഫ്ലേർട്ടിംഗ് അവിടെ നടക്കുന്നു. മൈൽസ് അവളുടെ നെക്ലേസിനെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ആൻഡിയെ അവിടെ കണ്ടപ്പോൾ മൈൽസ് അല്പം അത്ഭുതപ്പെട്ടെങ്കിലും അത് കാര്യമാക്കിയില്ല. ബ്ലാങ്കിനെ കണ്ടപ്പോഴും മൈൽസിന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ഇത്രയും വലിയ പണക്കാർക്കിടയിൽ ബ്ലാങ്കിന് ചെറിയൊരു അപരിചിതത്വം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആൻഡി നേരിട്ട് വന്ന് അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തുന്നത്. മൈൽസ് എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുകയും തന്റെ വില്ലയുടെ പേര് ഗ്ലാസ് ഓണിയൻ എന്നാണെന്ന് പറയുകയും ചെയ്യുന്നു. അവരെല്ലാവരും ആദ്യമായി കണ്ടുമുട്ടിയ ബാറിന്റെ പേരും ഇതുതന്നെയായിരുന്നുവെന്ന് ബേർഡി അപ്പോൾ ഓർക്കുന്നു. ഇതിനിടയിൽ ഒരു വലിയ മണിമുഴക്കം അവിടെ കേൾക്കുന്നു. ഇത് ഫിലിപ്പ് ഗ്ലാസ് എന്ന കമ്പോസർ പ്രത്യേകം തയ്യാറാക്കിയ അവേർലി ഗോങ് ആണെന്ന് മൈൽസ് പറഞ്ഞുകൊടുക്കുന്നു. യഥാർത്ഥ മേർഡർ മിസ്റ്ററി ഗെയിം രാത്രിയിൽ മാത്രമേ തുടങ്ങുകയുള്ളൂ എന്നും അതുവരെ എല്ലാവർക്കും മുറികളിൽ പോയി ഫ്രഷ് ആകാമെന്നും മൈൽസ് അറിയിക്കുന്നു. കയ്യിലുള്ള ഇലക്ട്രോണിക് ബെൽറ്റ് ഉപയോഗിച്ച് മുറികൾ തുറക്കാം. പിന്നീട് എല്ലാവർക്കും പൂൾ ഏരിയയിൽ ഒത്തുകൂടാം. എല്ലാവരും മുറികളിലേക്ക് നടക്കുമ്പോൾ ആൻഡി ഇവിടെ വന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് മൈൽസ് അവളോട് പറയുന്നു. ഇതിനുശേഷം മൈൽസ് ബ്ലാങ്കിനെ തന്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വലിയ ഗ്ലാസ് സ്ട്രക്ചറിനുള്ളിലായിരുന്നു ആ ഓഫീസ്. അത് കാണാൻ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ സെറ്റ് പോലെ വളരെ ഹൈടെക് ആയിരുന്നു. മേർഡർ മിസ്റ്ററി ഗെയിം കൂടുതൽ രസകരമാക്കാൻ താൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വേഷം ചെയ്യാമെന്ന് ബ്ലാങ്ക് മൈൽസിനോട് പറയുന്നു. അപ്പോഴാണ് റൂഫ് ടോപ്പിൽ വച്ചിരിക്കുന്ന ഒരു നീല കാർ ബ്ലാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബ്ലൂ ബേബി എന്ന് വിളിക്കുന്ന തന്റെ പ്രിയപ്പെട്ട കാറാണിതെന്നും താനിതെപ്പോഴും കൂടെ കരുതാറുണ്ടെന്നും മൈൽസ് പറയുന്നു. എന്തിനാണ് ഈ കാർ റൂഫ് ടോപ്പിൽ വച്ചിരിക്കുന്നത് എന്ന് ബ്ലാങ്ക് ചോദിക്കുമ്പോൾ ഈ ദ്വീപിൽ ഇത് ഓടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ വച്ചിരിക്കുന്നതെന്ന് നിസ്സാരമായി മറുപടി നൽകുന്നു. മൈൽസ് എത്രത്തോളം പണക്കാരനാണെന്ന് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒടുവിൽ മൈൽസ് നേരിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണിവിടെ വന്നത്? തനിക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചതുകൊണ്ടാണ് വന്നതെന്ന് ബ്ലാങ്ക് മറുപടി നൽകുന്നു. എന്നാൽ
താൻ തന്റെ 5 സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇൻവിറ്റേഷൻ അയച്ചിട്ടുള്ളൂ എന്ന് മൈൽസ് വ്യക്തമാക്കുന്നു. അപ്പോഴാണ് ബ്ലാങ്ക് ആ പെട്ടിയെക്കുറിച്ച് പറയുന്നത്. പസിലുകൾ സോൾവ് ചെയ്തപ്പോൾ അതിനുള്ളിൽ നിന്ന് ഇൻവിറ്റേഷൻ ലഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. മൈൽസ് ആ ഇൻവിറ്റേഷൻ കാർഡ് കൗതുകത്തോടെ നോക്കുന്നു. കാരണം അവൻ 5 ബോക്സുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ഇതിൽ 6ാമത്തെ ബോക്സ് എവിടെ നിന്ന് വന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. മൈൽസിന്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആ പെട്ടി റീസെറ്റ് ചെയ്ത് ബ്ലാങ്കിന് അയച്ചതാകാമെന്നും ഒരുപക്ഷേ മൈൽസിന്റെ മർഡർ മിസ്റ്ററി ഗെയിമിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയാകാമെന്നും ബ്ലാങ്ക് അനുമാനിക്കുന്നു. മൈൽസിനും ഈ വാദം ശരിയാണെന്ന് തോന്നുന്നു. പ്രശസ്ത ഡിറ്റക്റ്റീവായ ബെനോയിഡ് ബ്ലാങ്കിനെ ആരെങ്കിലും മനഃപൂർവ്വം ഇതിൽ ഉൾപ്പെടുത്തിയതാകാമെന്ന് അവൻ കരുതുന്നു. ഈ ഐഡിയ ബ്ലാങ്കിനും ഇഷ്ടപ്പെടുന്നു. ഇതിനു മുൻപും തനിക്കിങ്ങനെ അജ്ഞാത സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അവ പിന്നീട് വലിയ കേസുകളായി മാറിയിട്ടുണ്ടെന്നും ബ്ലാങ്ക് ഓർക്കുന്നു. എന്തായാലും ബ്ലാങ്ക് അവിടെ എത്തിയതുകൊണ്ട് മൈൽസ് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും അവിടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ എല്ലാവരും പൂൾ സൈഡിൽ വിശ്രമിക്കുന്നതാണ് കാണുന്നത്. പുറമേ എല്ലാവരും ശാന്തരാണെങ്കിലും അവർക്കിടയിൽ ഒരു പിരിമുറുക്കം നിലനിൽക്കുന്നുണ്ട്. മൈൽസ് തന്റെ ബ്ലൂ ബേബി കാറിന്റെ ആകൃതിയിലുള്ള ഒരു ഐസ് ബോക്സിൽ നിന്ന് ബ്ലാങ്കിന് ഡ്രിങ്ക് നൽകുന്നു. പണ്ട് മൈൽസ് തന്റെ കാറുകൊണ്ട് തന്നെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കിയ കാര്യം ഡ്യൂക്ക് അവിടെ ഓൾക്കുന്നു. ആൻഡേഴ്സൺ കൂപ്പറിന്റെ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ നടന്ന കാര്യമാണെന്നും അവിടെ എല്ലാവരും ലഹരിയിലായിരുന്നുവെന്നും മൈൽസ് മറുപടി നൽകുന്നു. അതേസമയം ക്ലെയറും ലയണലും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡ്യൂക്ക് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആകാശത്തേക്ക് വെടിവെക്കുന്നു. എന്തിനാണിങ്ങനെ ചെയ്യുന്നതെന്ന് ബ്ലാങ്ക് ചോദിക്കുമ്പോൾ എപ്പോഴും തയ്യാറായിരിക്കണമെന്നാണ് ഡ്യൂക്ക് പറയുന്നത്. അവിടെയുള്ള ഓരോരുത്തരെയും ബ്ലാങ്ക് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ക്ലെയറും ലയണലും എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ദൂരം കാരണം അത് സാധിക്കുന്നില്ല. മറുഭാഗത്ത് മൈൽസിനോട് സംസാരിക്കാൻ പെഗ് ബേർഡിയെ നിർബന്ധിക്കുന്നു. കാരണം സാഹചര്യം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മൈൽസും വിസ്കിയും തമ്മിലുള്ള അടുപ്പം കണ്ട് ബേർഡിക്ക് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മൈൽസ് തന്റെ പിന്നാലെ നടന്നിരുന്ന കാര്യവും ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞതും ബേർഡി പെഗ്ഗിനോട് പറയുന്നു. അപ്പോഴാണ് അവർക്ക് പിന്നിൽ ആൻഡി ഇരിക്കുന്നത് ബേർഡി ശ്രദ്ധിക്കുന്നത്. നമ്മൾ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്ന് ബേർഡി ചോദിക്കുമ്പോൾ ആ കേസിന് ശേഷം കുറച്ച് മാസങ്ങളായി എന്ന് ആൻഡി മറുപടി നൽകുന്നു. ആൻഡിയുടെ ആ മറുപടി അവിടെ വലിയൊരു നിശബ്ദതയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഒരു സീറ്റിംഗ് ഏരിയയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ബ്ലാങ്ക് അവിടുത്തെ സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടൊരു കാര്യം ശ്രദ്ധിച്ചു. അവിടെയുള്ള എല്ലാ ടെക്നോളജികളും വളരെ അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ അതിനിടയിൽ ഒരു പഴയ ഫാക്സ് മെഷീൻ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അല്പം വിചിത്രമായി തോന്നി. മൈൽസ് മനഃപൂർവ്വം ഫോണുകൾ ഉപയോഗിക്കാറില്ലെന്നും ഫാക്സ് മെഷീൻ വഴി ആശയവിനിമയം നടത്താനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നതെന്നും ബേർഡി വിശദീകരിക്കുന്നു. തുടർന്ന് ബ്ലാങ്ക് മറ്റൊരു പ്രധാന ചോദ്യം ചോദിച്ചു. ഇത്രയും വ്യത്യസ്തമായ പശ്ചാത്തലവും വ്യക്തിത്വവുമുള്ള ആളുകൾ എങ്ങനെയാണ് ഒരൊറ്റ ഗ്രൂപ്പായി സുഹൃത്തുക്കളായത്? ഇതിനു മൈൽസ് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകുന്നു. ഇവരെല്ലാവരും ഡിസ്റപ്റ്റേഴ്സാണ്. അതായത് അവരേത് മേഖലയിൽ പ്രവേശിച്ചാലും അവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരാണ്. ഉദാഹരണത്തിന് ലോക്ക്ഡൌണിന് തൊട്ടുമുമ്പ് ബേർഡി തന്റെ സ്വെറ്റ് പാൻസ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. അത് വലിയ വിജയമായി. ലയണൽ പരമ്പരാഗത രീതികൾക്ക് പകരം തന്റെ ഐഡിയകൾ നേരിട്ട് നടപ്പിലാക്കി. ക്ലെയർ ഒരു വീട്ടമ്മയായിരുന്നിട്ടും ശക്തയായ ഒരു രാഷ്ട്രീയ നേതാവായി. ഡ്യൂക്കാകട്ടെ ട്വിച്ചിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയ ആദ്യത്തെ ഇൻഫ്ലുവൻസറാണ്. ഇവരെയൊക്കെ പോലെ തന്റെ മേഖലയിൽ മാറ്റം കൊണ്ടുവരാനാണ് താൻ ആൽഫ കമ്പനി ഉണ്ടാക്കിയത് എന്ന് മൈൽസ് പറയുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ ആൻഡിയെ ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ തന്റെ വാക്കുകൾ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ ചേർന്നാണ് ആൽഫയിലൂടെ ഇതെല്ലാം നേടിയതെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതും ആൻഡി പരിഹാസത്തോടെ കൈയടിക്കുകയും എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ ബ്ലാങ്കിനോട് പറയുന്നു. ലയണൽ ആൻഡിയെ തടയാൻ നോക്കിയെങ്കിലും അവൾ സത്യം എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയുന്നു. എന്താണാ സത്യം? ലയണൽ യഥാർത്ഥത്തിൽ മൈൽസിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ക്ലെയറിന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് പണം നൽകുന്നത് മൈൽസാണ്. ബേർഡിയുടെ പ്രശസ്തി തകർന്നപ്പോൾ അവളുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തി അവളെ രക്ഷിച്ചതും മൈൽസ് തന്നെ. ഡ്യൂക്കിനെ ട്വിച്ചിൽ നിന്ന് നിരോധിച്ചപ്പോൾ അവന്റെ യൂട്യൂബ് കരിയർ വീണ്ടെടുക്കാൻ സഹായിച്ചതും മൈൽസ് തന്നെ. ഇവർ വെറും സുഹൃത്തുക്കളല്ലെന്നും മൈൽസിന്റെ പണത്തിലും സ്വാധീനത്തിലും കുടുങ്ങിക്കിടക്കുന്നവരാണെന്നും ആൻഡി പരിഹസിക്കുന്നു. തങ്ങളുടെ കാര്യത്തിനുവേണ്ടി സ്വന്തം സുഹൃത്തിനെപ്പോലും ചതിക്കാൻ ഇവർ മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡി അവിടെ നിന്ന് പോകുന്നു. ക്ലെയർ അവളുടെ പിന്നാലെ പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡിന്നർ രാത്രി 8 മണിക്കായിരിക്കുമെന്ന് അറിയിച്ച് മൈൽസും അവിടെ നിന്ന് മാറുന്നു. പിന്നീട് ലയണൽ ക്ലെയറിനെ കാണുന്നു.
ആൻഡിയുമായി സംസാരിക്കാൻ നോക്കിയെങ്കിലും അവൾ പണ്ടത്തെപ്പോലെ അല്ലെന്ന് ക്ലെയർ അസ്വസ്ഥതയോടെ പറയുന്നു. മറുഭാഗത്ത് വിവാദപരമായ പ്രസ്താവനകൾ നടത്താൻ ബേർഡിയെ നിർബന്ധിക്കരുത് എന്ന് പെഗ് മൈൽസിനോട് അപേക്ഷിക്കുന്നു. കാരണം അത് അവളുടെ പ്രതിച്ഛിന്തയെ പൂർണ്ണമായും തകർക്കും. എന്നാൽ മൈൽസ് അത് നിരസിക്കുകയും പ്ലാൻ മാറ്റാൻ കഴിയില്ലെന്നും ബേർഡി ആ പ്രസ്താവനകൾ നടത്തണമെന്നും കർക്കശമായി പറയുന്നു. ഈ സംഭാഷണങ്ങളെല്ലാം ബ്ലാങ്ക് ഒളിച്ചുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഓരോ ചെറിയ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഡ്യൂക്ക് വേഗത്തിൽ ഓടിവരുന്നത് ബ്ലാങ്ക് കാണുന്നു. എന്നാൽ മൈൽസും വിസ്കിയും തമ്മിലുള്ള അടുപ്പം കണ്ട് ഡ്യൂക്ക് പെട്ടെന്ന് അവിടെ നിൽക്കുന്നു. ഡ്യൂക്കിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ നിശബ്ദനായി. ഇത് ശ്രദ്ധിച്ച ബ്ലാങ്കിന് ആ ഗ്രൂപ്പിലെ ബന്ധങ്ങൾ എത്രത്തോളം സങ്കീർണവും ദുർബലവുമാണെന്ന് മനസ്സിലാകുന്നു. എല്ലാവരും ഡിസ്റപ്റ്റേഴ്സാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മൈൽസ് തന്നെയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നതും തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അടുത്ത സീൻ രാത്രിയിലേക്കാണ് മാറുന്നത്. എല്ലാവരും പാർട്ടിക്കായി തയ്യാറായി വരുന്നു. ആ മുറി മുഴുവൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വ്യത്യസ്തമായ പലതരം കലാസൃഷ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. മൈൽസ് എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ട ഡ്രിങ്ക്സ് തയ്യാറാക്കി നൽകുന്നു. ഓരോ ഗ്ലാസ്സിലും അവരുടെ പേര് പ്രിന്റ് ചെയ്തിരുന്നു. ആൻഡിക്കും അവരുടെ പ്രിയപ്പെട്ട ഡ്രിങ്ക് മൈൽസ് നൽകുന്നു. അപ്പോഴാണ് ക്ലെയർ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നത്. മൈൽസിന് എപ്പോഴും മൊണാലിസ പെയിന്റിംഗ് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത്രയും വലിയ കലാസൃഷ്ടികൾക്കിടയിൽ ഈ കാണുന്നതൊരു വ്യാജ പെയിന്റിംഗ് ആയിരിക്കില്ലല്ലോ എന്ന് ക്ലെയർ ചോദിക്കുന്നു. ഇത് കേട്ട് മൈൽസ് ഒന്ന് ചിരിക്കുന്നു. ബ്ലാങ്ക് ശരിക്കും അത്ഭുതപ്പെടുന്നു. കാരണം ഇത് യഥാർത്ഥ മൊണാലിസ പെയിന്റിംഗ് ആകാൻ വഴിയില്ലല്ലോ. അത് ഫ്രാൻസ് സർക്കാരിന്റെ സ്വത്തല്ലേ. എന്നാൽ പാൻഡമിക് കാരണം ലൂവ്രെ മ്യൂസിയം അടഞ്ഞിരിക്കുകയായിരുന്നുവെന്നും ഫ്രാൻസിന് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നുവെന്നും മൈൽസ് പറയുന്നു. അതുകൊണ്ട് ഒരു ഷോർട്ട് ടേം ലോണായി മൈൽസ് ആ ഒറിജിനൽ പെയിന്റിംഗ് വാങ്ങിയതാണ്. അതെ, അവിടെ ഇരിക്കുന്നത് യഥാർത്ഥ മൊണാലിസ പെയിന്റിംഗ് തന്നെയാണ്. പെയിന്റിംഗിനേക്കാൾ കൂടുതൽ അതിന്റെ സുരക്ഷയ്ക്കാണ് തനിക്ക് പണം ചെലവായത് എന്ന് മൈൽസ് പറയുന്നു. പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്റർ കത്തിച്ചപ്പോൾ പെയിന്റിങ്ങിന് മുന്നിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഷീൽഡ് വരുന്നു. സെക്യൂരിറ്റിക്കാർ പോലും അറിയാതെ താനൊരു സേഫ് സ്വിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും അതിലൂടെ ഈ ഷീൽഡ് മാറ്റാമെന്നും മൈൽസ് വെളിപ്പെടുത്തുന്നു. ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും സെൻസർ പ്രവർത്തിച്ച് പെയിന്റിംഗ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സുരക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് പെയിന്റിങ്ങിന്റെ സുരക്ഷ വളരെ കടുപ്പമേറിയതാണ്. ആദ്യമായി ഇവരെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ മൊണാലിസയെപ്പോലെ താനും എന്നെന്നും ഓർമ്മിക്കപ്പെടണമെന്ന് മൈൽസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ലോകം എന്നും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും വലിയ മാറ്റം കൊണ്ടുവരാനാണ് മൈൽസ് ആഗ്രഹിക്കുന്നത്. അടുത്ത ആഴ്ച ലോക നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും താനിവിടേക്ക് ഡിന്നറിനായി ക്ഷണിച്ചിട്ടുണ്ടെന്നും അവിടെ വെച്ചൊരു വലിയ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുമെന്നും മൈൽസ് പറയുന്നു. തുടർന്ന് അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിചിത്രമായ ക്രിസ്റ്റൽ കഷ്ണം പുറത്തെടുക്കുന്നു. ഇത് കണ്ട് ലയണലും ക്ലെയറും ടെൻഷനിലാവുന്നു. ഇതൊരു സോളിഡ് ഹൈഡ്രജൻ ഫ്യൂവലാണ്. ഭാവിയിൽ എല്ലാ മെഷീനുകൾക്കും ഊർജം നൽകാൻ ഇതുപയോഗിക്കാം. ഇതിന് മൈൽസ് നൽകിയ പേര് ക്ലിയർ എന്നാണ്. എന്നാൽ ഇതിന്റെ സുരക്ഷ പരിശോധിക്കാൻ 2 വർഷമെങ്കിലും വേണമെന്ന് ലയണൽ പറയുന്നു. അപ്പോഴാണ് മൈൽസ് ലയണലിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയുന്നത്. ഈ ഐലൻഡിലെ എല്ലാ മെഷീനുകളും വെളിച്ചവും പ്രവർത്തിക്കുന്നത് ഈ ക്ലിയർ ഉപയോഗിച്ചാണ്. വർഷാവസാനത്തോടെ ലോകം മുഴുവൻ ഇതുപയോഗിക്കുമെന്നും മൈൽസ് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് സീൻ മാറുന്നു. എല്ലാവരും ഡിന്നർ ടേബിളിൽ ഇരിക്കുകയാണ്. ഐലൻഡ് മുഴുവൻ ചുറ്റിക്കാണാനും മർഡർ മിസ്റ്ററി സോൾവ് ചെയ്യാനും എല്ലാവർക്കും 3 ദിവസം സമയമുണ്ടെന്ന് മൈൽസ് പറയുന്നു. ഐലൻഡിലുടനീളം മൈൽസ് ചില സൂചനകൾ അല്ലെങ്കിൽ ക്ലൂസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ചിലത് ശരിയാവാം, ചിലത് തെറ്റാവാം. മൈൽസിനെ ആര് കൊന്നു എന്ന് എല്ലാവരും കണ്ടുപിടിക്കണം. സത്യത്തിൽ ആരും മൈൽസിനെ കൊല്ലുന്നില്ല. ഇതൊരു ഗെയിം മാത്രമാണ്. നമുക്ക് ടീമായി വർക്ക് ചെയ്യാമോ എന്ന് ബേർഡി ചോദിക്കുന്നു. എന്നാൽ വിജയി ഒരാൾ മാത്രമായിരിക്കും എന്നും അതുകൊണ്ട് നിങ്ങളുടെ തിയറികൾ രഹസ്യമായി വെക്കുന്നതാണ് നല്ലതെന്നും മൈൽസ് പറയുന്നു. വിജയിക്ക് എന്ത് കിട്ടുമെന്ന് ബ്ലാങ്ക് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ലെന്നായിരുന്നു മൈൽസിന്റെ മറുപടി. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ തിയറികൾ രഹസ്യമായി വെക്കുന്നതാണ് നല്ലത്. വിജയിക്കൊരു ഐപാഡ് പോലുള്ള എന്തെങ്കിലും നൽകണമെന്ന് ബ്ലാങ്ക് നിർദ്ദേശിക്കുന്നു. ശരിയല്ലേ? ഉടൻ മൈൽസ് സമ്മതിക്കുന്നു. വിജയിക്ക് ഐപാഡ് തന്നെ നൽകാമെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ ബ്ലാങ്ക് ചോദിക്കുന്നു, ഗെയിം തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല, പക്ഷെ നിനക്ക് ഊഹിച്ചു തുടങ്ങാമെന്ന് മൈൽസ് മറുപടി നൽകുന്നു. മൈൽസ് ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ബ്ലാങ്ക് നേരിട്ട് പറയുന്നു മൈൽസിനെ കൊന്നത് ബേർഡിയാണെന്ന്. അതായത് ഈ ഗെയിമിലെ യഥാർത്ഥ കൊലയാളി ബേർഡിയാണെന്ന് ബ്ലാങ്ക് ഇതിനോടകം തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. 3 ദിവസം നീണ്ടു നിൽക്കേണ്ട ഗെയിമായിരുന്നു ഇത്, അല്ലേ? പക്ഷേ 3 സെക്കൻഡ് പോലും അത് നീണ്ടുനിന്നില്ല. ബ്ലാങ്ക് അവിടുത്തെ തെളിവുകൾ ഓരോന്നായി നിരത്താൻ തുടങ്ങി.
ബേർഡിക്ക് മുന്നിലിരിക്കുന്ന പ്രതിമയുടെ തൊപ്പിയിൽ ഒരു ക്രോസ് ബോ ഉണ്ടെന്നും അതുപയോഗിച്ച് മൈൽസിനെ ദൂരെ നിന്ന് ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് ബ്ലാങ്ക് പറയുന്നത്. ആ മുറിയിൽ ബി എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവിടെ ഉപയോഗിച്ച ക്രോസ് ബോ ഒരു വിൻറ്റേജ് ജെ ഹോക്ക് ബ്രാൻഡാണ്. ജെ ഹോക്ക്, ബേർഡി ജെ എന്നീ പേരുകൾ തമ്മിലുള്ള സാമ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി എന്തിനാണ് ബേർഡി ഇത് ചെയ്തതെന്നതിന്റെ കാരണം കൂടി ബ്ലാങ്ക് പറയുന്നു. ഒരിക്കൽ ഒരു മാഗസിൻ ഷൂട്ടിനായി ബേർഡി ഒരു ബ്ലഡ് ഡയമണ്ട് ഉപയോഗിച്ചു. പിന്നീടത് റെയിൻ ഡയമണ്ട് എന്ന പേരിൽ പ്രശസ്തമായി. അതൊരു കുടുംബ സ്വത്തായിരുന്നു, ഹെയർലൂം. മൈൽസിന്റെ ലോക്കറ്റ് അവിടുത്തെ വസ്ത്രധാരണ രീതിക്ക് ഒട്ടും ചേരുന്നതല്ലെന്ന് ബ്ലാങ്ക് പറയുന്നു. അത് തുറന്നു കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മൈൽസ് അത് തുറക്കുന്നു. അതിനുള്ളിൽ ബേർഡിയുടെ ആ ഡയമണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വെറും മിനിറ്റുകൾക്കുള്ളിൽ മൈൽസ് ഉണ്ടാക്കിയ മുഴുവൻ നിഗൂഢതയും ബ്ലാങ്ക് തകർത്തുകളഞ്ഞു. ഇത് മൈൽസിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാരണം 3 ദിവസം സുഹൃത്തുക്കൾ കളിക്കാനായി അവൻ അത്രയേറെ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഗെയിമായിരുന്നു. പക്ഷേ ഗെയിം ഒട്ടും നടന്നില്ല. ഇതിനുശേഷം മൈൽസ് തന്റെ ഓഫീസിലേക്ക് പോകുന്നു. ബ്ലാങ്കും അവന്റെ കൂടെ ചെന്ന് ആ മർഡർ മിസ്റ്ററി വളരെ നന്നായിരുന്നുവെന്ന് പുകഴ്ത്തുന്നു. എന്നാൽ മൈൽസിന് ആ സംസാരത്തിലൊന്നും താൽപ്പര്യമുണ്ടായിരുന്നില്ല. അവൻ ദേഷ്യത്തോടെ ഒരു ഐപാഡ് ബ്ലാങ്കിന് നേരെ എറിയുന്നു. ഈ ഗെയിം തയ്യാറാക്കാൻ ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരെയും മിസ്റ്ററി വിദഗ്ധരെയും അവൻ സമീപിച്ചിരുന്നു. ഒരുപാട് പണം ചെലവാക്കി പസിൽ ബോക്സുകൾ നിർമ്മിച്ചു. എന്നാൽ എല്ലാം വെറുതെയായി. ഇനി 3 ദിവസം ഇവിടെ ബാക്കിയുണ്ട്. അത്രയും ദിവസം എല്ലാവരും എന്തു ചെയ്യുമെന്നായിരുന്നു മൈൽസിന്റെ വിഷമം. ഈ സമയത്താണ് ബ്ലാങ്ക് ഒരു പ്രധാന കാര്യം പറയുന്നത്. താൻ മനഃപൂർവ്വമാണ് ആ ഗെയിം പെട്ടെന്ന് തീർത്തതെന്നും ഈ ദ്വീപിലുള്ളവരിൽ ആരോ ഒരാൾ മൈൽസിനെ ശരിക്കും കൊല്ലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മൈൽസിനിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ബ്ലാങ്ക് ഓരോരുത്തരെയും സംശയിക്കുന്നു. ലയണൽ ഒരുപക്ഷെ മൈൽസിനെ കൊല്ലേക്കാം. കാരണം ക്ലിയർ എന്ന പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്റെ പേര് മോശമാകുമെന്ന് അയാൾ ഭയപ്പെടുന്നു. അതുപോലെ ക്ലെയർ ആ പ്രൊഡക്റ്റിന് അനുമതി നൽകില്ലെങ്കിൽ അടുത്ത തവണ എതിർ പാർട്ടിയെ സഹായിക്കുമെന്ന് മൈൽസ് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ വിയർപ്പുശാലകളിൽ നിർമ്മിച്ച സ്വെറ്റ് പാൻസുമായി ബന്ധപ്പെട്ട പ്രസ്താവന നൽകാൻ ബേർഡി തയ്യാറല്ല. കാരണം അത് പൊതുമധ്യത്തിൽ അവരുടെ പ്രതിച്ഛായ നശിപ്പിക്കും. ഡ്യൂക്കിന് മൈൽസിനെ കൊല്ലാൻ എന്ത് കാരണമുണ്ടെന്ന് മൈൽസിന് തന്നെ അറിയാം. ഡ്യൂക്കിന്റെ കാമുകിയുമായി മൈൽസ് രഹസ്യമായി അടുത്തു നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും മൈൽസിനെ കൊല്ലാൻ ഓരോ വ്യക്തമായ കാരണങ്ങളുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും മൈൽസിനെ കൊലപ്പെടുത്താം. എന്നാൽ മൈൽസ് ഇതൊന്നും അത്ര കാര്യമായി എടുക്കുന്നില്ല. അപ്പോഴാണ് ബ്ലാങ്കിന്റെ ശ്രദ്ധ ആ പഴയ നാപ്കിനിൽ പതിയുന്നത്. 10 വർഷം മുമ്പ് മൈൽസ് ആൽഫ കമ്പനിയുടെ തുടക്കത്തിലെ തന്ത്രങ്ങൾ എഴുതിയ നാപ്കിനാണത്. 1 വർഷത്തിനു ശേഷം ഗ്ലാസോണിയൻ ബാർ അടച്ചുപോയി. ഈ നാപ്കിൻ കാരണമാണ് മൈൽസിന് കോടതിയിൽ ആൻഡിയെ തോൽപ്പിച്ച് കമ്പനിയുടെ അവകാശം നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ നാപ്കിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കാം. ഈ പോയിന്റ് ഒന്ന് ഓർത്തുവെക്കൂ. അടുത്ത സീനിൽ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും മദ്യപിക്കാൻ തുടങ്ങുന്നു. അവിടെ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ഡ്യൂക്കിന്റെ ഫോണിലേക്ക് നിരന്തരം ഗൂഗിൾ അലേർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അതുകാരണം മൊണാലിസയുടെ സുരക്ഷാ ഷീൽഡ് അടിക്കടി മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരുന്നു. ആൻഡിയും ക്ലെയറും തമ്മിൽ അവിടെ വെച്ച് തർക്കമുണ്ടാകുന്നു. താനൊരു ഇരയാണെന്ന ഭാവത്തിലാണ് ആൻഡി അവിടെ പെരുമാറുന്നത്. ഞങ്ങളുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ സ്വാർത്ഥരല്ല. നിനക്ക് മൈൽസിന്റെ കളി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നീ തോറ്റുപോയത് എന്ന് ഡ്യൂട്ട് ആൻഡിയെ കളിയാക്കുന്നു. ഇത് കേട്ട് ആൻഡി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് മൈൽസും ബ്ലാങ്കും അവിടേക്ക് വരുന്നത്. തുടർന്ന് ഡ്യൂക്ക് തന്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന കമന്റുകളെക്കുറിച്ച് മൈൽസിനോട് പറയുന്നു. ഇനി എനിക്ക് ആൽഫ ന്യൂസിൽ ഒരു നല്ല ജോലി നൽകുന്നതിനെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാം എന്ന് ഡ്യൂക്ക് പറയുന്നു. മൈൽസ് അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. മൈൽസ് എല്ലാവർക്കും മദ്യമൊഴിച്ചു നൽകുന്നു. മർഡർ മിസ്റ്ററി ഗെയിം കഴിഞ്ഞെങ്കിലും നമുക്ക് ആഘോഷിക്കാം എന്ന് മൈൽസ് പറയുന്നു. പെട്ടെന്നാണ് ഡ്യൂക്ക് ശ്വാസം കിട്ടാതെ പിടയുന്നത് നാം കാണുന്നത്. അവന്റെ അവസ്ഥ പെട്ടെന്ന് വഷളാകുന്നു. ബ്ലാങ്ക് ഉടനെ പരിശോധിച്ചെങ്കിലും ഡ്യൂക്കിന്റെ വായിലോ തൊണ്ടയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ശ്വാസം മുട്ടി ഡ്യൂക്ക് മരിക്കുന്നു. വിസ്കി കരയാൻ തുടങ്ങുന്നു. മൈൽസ് ആകെ ഞെട്ടിപ്പോയി. ഇത് കണ്ട് ക്ലെയർ ഛർദ്ദിച്ചാൻ തുടങ്ങുന്നു. ബ്ലാങ്ക് എല്ലാവരെയും ഡ്യൂക്കിന്റെ അടുത്തുനിന്ന് മാറ്റുന്നു. പോലീസിനെയും ഡോക്ടറെയും വിളിക്കാൻ അദ്ദേഹം ലയണലിനോട് പറയുന്നു. ലയണൽ റേഡിയോ വഴി ക്യാപ്റ്റനെ വിളിച്ചെങ്കിലും വേലിയേറ്റം കാരണം പുലർച്ചെ 6 മണിക്ക് മാത്രമേ ബോട്ട് അടുപ്പിക്കാൻ കഴിയൂവെന്ന് ക്യാപ്റ്റൻ മറുപടി നൽകുന്നു.
ആ ബോട്ട് ജെട്ടി വെറും അലങ്കാരത്തിന് മാത്രമേ കൊള്ളൂ എന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എല്ലാവരും അവരവരുടെ മുറികളിൽ പോയി വാതിലടയ്ക്കണമെന്നും പുലർച്ചെ 5:30 വരെ പുറത്തിറങ്ങരുതെന്നും ബ്ലാങ്ക് നിർദ്ദേശിക്കുന്നു. അപ്പോഴാണ് ഡ്യൂക്ക് അവസാനം കുടിച്ച ഗ്ലാസ് മൈൽസ് ശ്രദ്ധിക്കുന്നത്. ആ ഗ്ലാസിൽ മൈൽസിന്റെ പേരാണ് എഴുതിയിരുന്നത്. ഡ്യൂക്ക് അബദ്ധത്തിൽ എന്റെ ഗ്ലാസ് എടുത്ത് കുടിച്ചതാണെന്ന് മൈൽസ് പറയുന്നു. അതായത് കൊലയാളി യഥാർത്ഥത്തിൽ മൈൽസിനെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്, എന്നാൽ മരിച്ചത് ഡ്യൂക്കാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. തെറ്റായ ടാർഗറ്റ് കാരണം ഡ്യൂക്ക് കൊല്ലപ്പെട്ടു എന്നാണ് മൈൽസ് പറയുന്നത്. എല്ലാവരും ഭയന്നു നിൽക്കുന്ന ഈ നിമിഷം കഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. മൈൽസ് പെട്ടെന്ന് തന്റെ സുഹൃത്തുക്കളെ സംശയിക്കാൻ തുടങ്ങുന്നു. അവൻ ബ്ലാങ്കിന് പിന്നിൽ ഒളിച്ചുനിന്ന് ഇക്കൂട്ടത്തിൽ ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ $1 ബില്യൺ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോഴാണ് ഡ്യൂക്കിന്റെ ഫോൺ വീണ്ടും ഗൂഗിൾ അലർട്ട് നൽകുന്നത്. ഫോൺ നിശബ്ദമാക്കാൻ ബ്ലാങ്ക് അത് തിരയുന്നതിനിടയിൽ ഡ്യൂക്കിന്റെ തോക്ക് ആരോ മോഷ്ടിച്ച വിവരം ലയണൽ ശ്രദ്ധിക്കുന്നു. അപ്പോഴേക്കും ആ വലിയ മണി മുഴങ്ങുന്നു. മൈൽസ് സമയം നോക്കി പരിഭ്രാന്തനാകുന്നു. കാരണം അവന്റെ ഗെയിമിന്റെ ഭാഗമായി രാത്രി 10 മണിക്ക് 20 മിനിറ്റ് നേരത്തേക്ക് ഐലൻഡിലെ ലൈറ്റുകൾ ഓഫാകാൻ സെറ്റ് ചെയ്തിരുന്നു. ഗെയിം രസകരമാക്കാൻ വെച്ച സംവിധാനം ഇപ്പോൾ അവർക്ക് വിനയായി മാറി. ലൈറ്റ് ഓഫായതോടെ എല്ലാവരും പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. അവിടേക്ക് ഓടിവരുന്ന വിസ്കി പറയുന്നത് ആൻഡിയാണ് ഡ്യൂക്കിനെ കൊന്നതെന്നും അവൾ എല്ലാവരുടെയും മുറികളിൽ എന്തോ തിരഞ്ഞുവെന്നുമാണ്. ഇത് കേട്ടതോടെ എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ചിതറിയോടുന്നു. ഇടനാഴിയിൽ ആൻഡി പതുങ്ങി നിൽക്കുന്നത് കാണാം. മൈൽസും ക്ലെയറും ലയണലും ആൻഡി തങ്ങളെ ആക്രമിക്കുമെന്ന് ഭയന്ന് ഒളിച്ചു നടക്കുകയാണ്. ഇരുട്ടിൽ ബ്ലാങ്കിന് മുന്നിലേക്ക് ആൻഡി വരുന്നു. എന്നാൽ ബ്ലാങ്ക് അവളെ ഹെലൻ എന്നാണ് വിളിക്കുന്നത്. ഡ്യൂക്കിന്റെ തോക്ക് അവളുടെ കയ്യിലുണ്ടോ എന്ന് ബ്ലാങ്ക് ചോദിക്കുന്നു. ഹെലൻ ഇല്ലെന്ന് മറുപടി നൽകുന്നു. ഡ്യൂക്ക് മരിച്ച വിവരം ബ്ലാങ്ക് അവളോട് പറയുന്നു. അപ്പോഴാണ് ഗ്ലൗസ് ധരിച്ച ഒരു കൈ തോക്കുമായി ഒരു വാതിലിനിടയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. അത് ആൻഡിക്ക് നേരെ വെടിവെക്കുന്നു. ഹെലനും ബ്ലാങ്കും എന്തോ ഒരു പ്രധാന തെളിവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് വെടിയൊച്ച കേൾക്കുന്നത്. ആ വെടിയുണ്ട ഹെലന്റെ നെഞ്ചത്താണ് കൊള്ളുന്നത്. അപ്പോഴേക്കും ലൈറ്റുകൾ തിരികെ വരുന്നു. വെടിവെച്ചയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വെടിയൊച്ച കേട്ട് ബാക്കിയുള്ളവർ അവിടെ ഓടിയെത്തുന്നു. ആൻഡി മരിച്ചു കിടക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. ബ്ലാങ്ക് ആ മൃതദേഹം തൊടാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇവിടെ വെച്ച് സിനിമ ഒരു വലിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, ഈ ഐലൻഡിൽ നമ്മൾ ഇതുവരെ കണ്ട ആൻഡി യഥാർത്ഥത്തിൽ ആൻഡിയല്ല. അവൾ ആൻഡിയുടെ ഇരട്ട സഹോദരി ഹെലനാണ്. ബെനോയിറ്റ് ബ്ലാങ്കിന്റെ വീട്ടിൽ ആ പസിൽ ബോക്സുമായി ചെന്നതും ചുറ്റിക കൊണ്ട് അത് തല്ലിപ്പൊളിച്ചതും ഹെലനായിരുന്നു. വെറും 2 ദിവസം മുൻപ് തന്റെ സഹോദരി ആൻഡി, കസാന്ദ്ര ബ്രാൻഡ്, മരിച്ച വിവരം ഹെലൻ ബ്ലാങ്കിനോട് പറയുന്നു. തന്റെ വീടിന്റെ ഗാരേജിൽ കാറിനുള്ളിൽ മരിച്ച നിലയിലാണ് ആൻഡിയെ കണ്ടെത്തിയത്. ആൻഡി വളരെ കരുത്തയായ പെൺകുട്ടിയായിരുന്നുവെന്നും അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഹെലൻ ഉറപ്പായിരുന്നു. ആൻഡിയുടെ വീട്ടിലെത്തിയ ഹെലൻ കാണുന്നത് വീട് മുഴുവൻ ആരോ തല്ലിപ്പൊളിച്ചിരിക്കുന്നതാണ്. ആരോ അവിടെ എന്തോ തിരഞ്ഞതുപോലെ തോന്നി. ആൻഡിയുടെ ഇമെയിൽ പരിശോധിച്ചപ്പോൾ അവൾ മരണത്തിന് തൊട്ടുമുൻപ് ക്ലെയർ, ലയണൽ, ബേർഡി, ഡ്യൂക്ക് എന്നിവർക്കയച്ച ഒരു സന്ദേശം ഹെലൻ കണ്ടെത്തി. എനിക്കത് കിട്ടി. അത് വെച്ച് ഞാൻ നിന്റെ കമ്പനി നശിപ്പിക്കും. തെറ്റുകൾ തിരുത്താൻ നിനക്ക് കിട്ടുന്ന അവസാന അവസരമാണിത്. ഞാൻ എവിടെയുണ്ടാകുമെന്ന് നിനക്കറിയാം എന്നായിരുന്നു ആ ഇമെയിൽ. ആ ഇമെയിലിനൊപ്പം തന്റെ കയ്യിലുള്ള ഒരു ചുവന്ന കവറിന്റെ ഫോട്ടോയും ആൻഡി അയച്ചിരുന്നു. എന്നാൽ ആരും ആ മെയിലിന് മറുപടി നൽകിയില്ല. തൊട്ടടുത്ത ദിവസം ആൻഡി കൊല്ലപ്പെടുകയും ചെയ്തു. ഉറക്കഗുളികകൾ അമിതമായി കഴിച്ചു മരിച്ചുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ ആൻഡിയുടെ വീട്ടിൽ ആ ചുവന്ന കവർ എങ്ങുമുണ്ടായിരുന്നില്ല. പണക്കാരും സ്വാധീനമുള്ള ഇവർക്കെതിരെ പോരാടാൻ തനിക്ക് കഴിയില്ലെന്നും സത്യം പുറത്തുകൊണ്ടുവരാൻ ബെനോയിറ്റ് ബ്ലാങ്കിനെ പോലൊരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നും ഹെലൻ പറയുന്നു. ആൻഡി മരിച്ച വിവരം പുറം ലോകം അറിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് ആൻഡിയായി വേഷം കെട്ടി ഹെലൻ ഐലൻഡിൽ വരണമെന്നും ബ്ലാങ്ക് നിർദ്ദേശിക്കുന്നു. അപ്പോൾ മാത്രമേ കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ കഴിയൂ. അങ്ങനെയാണ് ഹെലൻ ആൻഡിയായി ആ പാർട്ടിക്കെത്തുന്നത്. ഡിറ്റക്റ്റീവ് ബെനോയിറ്റ് ബ്ലാങ്ക്. ആൻഡിയെ കൊന്നത് ആരാണെന്ന് ബ്ലാങ്ക് കണ്ടുപിടിക്കണം. അദ്ദേഹം ഹെലന്റെ വാക്കുകൾ ശാന്തനായി കേൾക്കുന്നു. തനിക്ക് സത്യം കണ്ടുപിടിക്കാൻ കഴിയുമെന്നും തെളിവുകൾ ശേഖരിച്ച് കോടതിയിലെത്തിക്കാമെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അതിനപ്പുറം നിയമവിരുദ്ധമായി നേരിട്ടൊന്നും ചെയ്യാൻ തനിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹെലൻ ഈ നിബന്ധന അംഗീകരിക്കുന്നു. ആൻഡി മരിച്ച വിവരം താൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്ന് ഹെലൻ പറയുന്നു. അതായത് ഈ വിവരം മറ്റാർക്കും അറിയില്ല. ഈ പോയിന്റിൽ നിന്നാണ് ബ്ലാങ്കിന്റെ തലയിൽ ഒരു ബുദ്ധിപരമായ പ്ലാൻ ഉദിക്കുന്നത്. ആൻഡിയായി വേഷം കെട്ടി ഹെലൻ ഐലൻഡിലെ ആ യാത്രയിൽ പങ്കെടുത്താലോ? ആൻഡി മരിച്ച വിവരം ആരും അറിയാത്തതുകൊണ്ട് ആൻഡി തിരിച്ചു വന്നു എന്നെല്ലാവരും കരുതും. ഇതിലൂടെ ബ്ലാങ്കിന് ആരെയും സംശയിക്കാതെ അന്വേഷണം നടത്തുകയും ചെയ്യാം. ആദ്യം ഹെലൻ ഈ റിസ്ക്കുള്ള പ്ലാനിനോട് മടിച്ചെങ്കിലും തന്റെ സഹോദരിക്ക് നീതി കിട്ടാൻ വേണ്ടി അവൾ സമ്മതിക്കുന്നു. ഇത് സുരക്ഷിതമായിരിക്കുമോ എന്ന് ഹെലൻ ചോദിക്കുന്നു.
ഒട്ടും സുരക്ഷിതമല്ല എന്ന് ബ്ലാങ്ക് തുറന്നു പറയുന്നു. കാരണം ആൻഡിയെ കൊന്നയാൾ അവൾ തിരിച്ചു വന്നു എന്ന് കണ്ടാൽ വീണ്ടും അവളെ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കും. അവിടെ വരുന്നത് ആൻഡിയല്ല, ഹെലനാണെങ്കിലും കൊലയാളിയുടെ ലക്ഷ്യം അവളായിരിക്കും. ഇതെല്ലാം മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കഥ വീണ്ടും ഗ്രീസിലെ പ്രസന്റ് ടൈം ലൈനിലേക്ക് മാറുന്നു. ആൻഡിയുടെ പഴയ വീഡിയോകൾ കണ്ട് അവളുടെ ശരീരഭാഷയും സംസാരരീതിയും കൃത്യമായി ഹെലൻ പഠിച്ചെടുക്കുന്നു. ആരോടും അമിതമായി സംസാരിക്കരുതെന്നും എല്ലാവരോടും അല്പം അകലം പാലിച്ച് പെരുമാറണമെന്നും ബ്ലാങ്ക് അവൾക്ക് കർശന നിർദ്ദേശം നൽകുന്നു. ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും മൈൽസിനെ ഉപദ്രവിക്കാൻ കാരണമുണ്ട്. എന്നാൽ ആൻഡിയെ കൊല്ലാൻ വ്യക്തമായ കാരണങ്ങൾ കാണുന്നില്ല എന്ന് ബ്ലാങ്ക് നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് മൈൽസിനെ രക്ഷിക്കാൻ വേണ്ടി ആൻഡിയെ കൊന്നത് ആരാണെന്ന് കണ്ടെത്തണം. ഇതിനായി ബ്ലാങ്കും ഹെലനും ചേർന്ന് സംശയിക്കുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു. ആൻഡിയും ഗ്രൂപ്പിലെ മറ്റുള്ളവരും തമ്മിലുള്ള പഴയ ബന്ധങ്ങളെക്കുറിച്ച് ഹെലൻ ബ്ലാങ്കിനോട് വിശദമായി പറയാൻ തുടങ്ങുന്നു. ഏകദേശം 10 വർഷം മുൻപ് ഇവരെല്ലാവരും ആൻഡിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അന്ന് ആരും ഇത്ര വലിയ വിജയികളായിരുന്നില്ല. ബേർഡി ഒരു മോഡലാകാൻ കഷ്ടപ്പെടുകയായിരുന്നു. ലയണൽ ഒരു സ്കൂൾ സയൻസ് ടീച്ചറായിരുന്നു. ക്ലെയർ അന്ന് നടന്ന സിറ്റി കൗൺസിൽ ഇലക്ഷനിൽ തോറ്റു നിൽക്കുകയായിരുന്നു. ഡ്യൂക്ക് ചെറിയ വീഡിയോ ഗെയിം ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ആൻഡി തന്റെ സുഹൃത്തായ മൈൽസിനെ ഈ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. മൈൽസിന്റെ വിചിത്രമായ സംസാരരീതി കാരണം തുടക്കത്തിൽ ആർക്കും അവനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. താൻ മോണാലിസയെപ്പോലെ അമരനാകണം എന്നൊക്കെയാണ് മൈൽസ് അന്ന് പറഞ്ഞിരുന്നത്. മൈൽസ് അല്പം വ്യത്യസ്തനാണെങ്കിലും അവനിൽ പുതിയ ആശയങ്ങൾ അഥവാ ഇന്നൊവേഷൻ ഉണ്ടെന്ന് ആൻഡി എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നു. പതുക്കെ എല്ലാം മാറാൻ തുടങ്ങി. മൈൽസ് ബേർഡിക്കൊരു ഷോ ശരിയാക്കി നൽകുന്നു. അതോടെ അവൾ പ്രശസ്തയാകുന്നു. ക്ലെയർ ലോക്കൽ ഇലക്ഷനുകൾ ജയിക്കാൻ തുടങ്ങുന്നു. ലയണലിന്റെ ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഡ്യൂക്കിന്റെ ട്വിച്ച് കരിയർ തുടങ്ങുന്നു. എല്ലാവരുടെയും വിജയത്തിന് പിന്നിൽ മൈൽസ് വലിയൊരു പങ്ക് വഹിച്ചു. പതുക്കെ എല്ലാവരും വിജയികളാകാൻ തുടങ്ങുന്നു. ഇതിനിടയിലൊരിക്കൽ ഒരു ബാറിലെ ടിഷ്യൂ പേപ്പറിൽ ആൻഡി തന്റെ കമ്പനിയുടെ ഭാവി പദ്ധതികൾ എഴുതി തയ്യാറാക്കുന്നു. അതൊരു മികച്ച ഐഡിയ ആയിരുന്നു. ഈ ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ് ആൻഡിയും മൈൽസും ചേർന്ന് ആൽഫ കമ്പനി തുടങ്ങിയത്. ബാക്കി സുഹൃത്തുക്കളും ഈ വിജയത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ 1 വർഷം മുമ്പ് എല്ലാം മാറിമറിഞ്ഞു. മൈൽസ് ക്ലിയർ എന്ന അപകടകരമായ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ അത് ശാസ്ത്രീയമായി സുരക്ഷിതമല്ല എന്ന് ആൻഡി മുന്നറിയിപ്പ് നൽകി. മൈൽസ് അത് കേട്ടില്ല. അതോടെ ആൻഡി കമ്പനിയിൽ നിന്നുള്ള തന്റെ 50% ഓഹരിയുമായി പിരിയാൻ തീരുമാനിച്ചു. എന്നാൽ മൈൽസ് നേരത്തെ തന്നെ രേഖകളിൽ കൃത്രിമം കാട്ടി ആൻഡിയെ കമ്പനിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയിരുന്നു. ആൻഡി കോടതിയിൽ കേസ് നൽകിയെങ്കിലും ഈ ഐഡിയ ആദ്യം ആരുടേതായിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അന്തിമ വിധി വന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ചതി നടന്നത്. ആൻഡിയുടെ സുഹൃത്തുക്കളെല്ലാം കോടതിയിൽ മൈൽസിന് അനുകൂലമായി കള്ളസാക്ഷി പറഞ്ഞു. ആ ഐഡിയ മൈൽസിൻ്റേതാണെന്നും ഒരു ടിഷ്യൂ പേപ്പറിൽ മൈൽസാണ് അത് എഴുതിയതെന്നും അവർ അവകാശപ്പെട്ടു. അങ്ങനെ ആൻഡി സ്വന്തം കമ്പനിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കപ്പെട്ടു. കുറച്ചുകാലത്തിനു ശേഷം മൈൽസിന് ആ ഐഡിയ എഴുതിയ ടിഷ്യൂ പേപ്പർ ലഭിക്കുകയും അവൻ അത് വെച്ചൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ആൻഡി ആ പോസ്റ്റ് കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചു. എന്നാൽ ഇതിനിടയിൽ അവളുടെ ഒരു പഴയ പുസ്തകത്തിനുള്ളിൽ നിന്ന് യഥാർത്ഥ ടിഷ്യൂ പേപ്പർ അവൾക്ക് ലഭിച്ചു. അതിൽ ഗ്ലാസ് ഓണിയൻ ബാറിന്റെ ലോഗോ ഉണ്ടായിരുന്നു. മൈൽസ് കാണിച്ചു നടക്കുന്നത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇതു മതിയായിരുന്നു. കാരണം ആ ബാർ 9 വർഷം മുമ്പ് തന്നെ അടച്ചുപോയിരുന്നു. ഈ തെളിവ് കിട്ടിയതോടെയാണ് ആൻഡി എല്ലാവർക്കും ആ ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ അയച്ചതും ചുവന്ന കവറിന്റെ ഫോട്ടോ പങ്കുവച്ചതും. അതിനുശേഷമാണ് അവൾ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ബ്ലാങ്കിനും ഹെലനും കാര്യങ്ങൾ വ്യക്തമായി. കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ എല്ലാവരെയും നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സിനിമ വീണ്ടും ഗ്രീസിലെ ഐലൻഡിലേക്ക് എത്തുന്ന സമയത്തേക്ക് മാറുന്നു. എന്നാൽ ഇത്തവണയെല്ലാം ഹെലന്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ബ്ലാങ്ക് മൈൽസിന്റെ ഓഫീസിൽ പോയി സംസാരിക്കുന്ന സമയത്ത് ഹെലൻ പൂന്തോട്ടത്തിൽ വെച്ച് വിസ്കിയെ കാണുന്നു. വിസ്കി വളരെ സ്നേഹത്തോടെ ആൻഡിയോട് അഥവാ ഹെലനോട് സംസാരിക്കുന്നു. കോടതി കേസിലെ കാര്യങ്ങളിൽ സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഹെലൻ അവളുടെ നെക്ലസിനെ പുകഴ്ത്തുമ്പോൾ മൈൽസ് തന്റെ ജന്മദിനത്തിന് സമ്മാനിച്ചതാണെന്നും അന്ന് വീട് മുഴുവൻ റോസാപ്പൂക്കൾ കൊണ്ട് നിറച്ചിരുന്നു എന്നും വിസ്കി പറയുന്നു. വിസ്കി ഹെലൻ ഒരു എനർജി ഡ്രിങ്ക് നൽകുന്നു. തനിക്ക് ഇത്തരം യാത്രകൾ ഇഷ്ടമല്ലെന്നും എന്നാൽ ഡ്യൂക്കിന്റെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് താനിവിടെ വരുന്നത് എന്നും വിസ്കി പറയുന്നു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും പൂൾ സൈഡിലെത്തുന്നു. അവിടെ നിന്ന് ഹെലൻ പതുക്കെ പൂന്തോട്ടത്തിലേക്ക് മാറുന്നു. പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ക്ലെയറും ലയണലും സംസാരിക്കുന്നത് ഹെലൻ വ്യക്തമായി കേൾക്കുന്നു. താൻ ക്ലിയർ എന്ന പ്രോഡക്റ്റിന്റെ അപ്രൂവൽ പേപ്പറുകളിൽ ഒപ്പിട്ടു എന്ന് ലയണൽ പറയുന്നു.
ക്ലെയർ തന്റെ സംസ്ഥാനത്തിൽ ഈ പ്രോഡക്റ്റിന് അനുകൂലമായ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇത് സുരക്ഷിതമാണോ എന്ന് ക്ലെയർ ചോദിക്കുമ്പോൾ ഇത് നേരിട്ട് തീയുമായി സമ്പർക്കത്തിൽ വന്നാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ലയണൽ സമ്മതിക്കുന്നു. ഹെലൻ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. അവിടെ വെച്ച് പെഗ്ഗും ബേർഡിയും തമ്മിലുള്ള സംഭാഷണം ഹെലൻ കേൾക്കുന്നു. ഇതിനിടയിൽ ഹെലൻ രഹസ്യമായി ബേർഡിയുടെ ബാഗിൽ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് നിക്ഷേപിക്കുന്നു. ഇത് പിന്നീട് തെളിവായി ഉപയോഗിക്കാം എന്നവൾ കരുതുന്നു. കുറച്ചുകഴിഞ്ഞ് ഹെലനും ബ്ലാങ്കും രഹസ്യമായി കാണുകയും താൻ ശേഖരിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. മൈൽസ് പിടിക്കപ്പെട്ടാൽ ലയണലിന്റെയും ക്ലെയറിന്റെയും കരിയർ തകരുമെന്നതുകൊണ്ട് അവർക്ക് മൈൽസിനെ രക്ഷിക്കാൻ വലിയൊരു കാരണമുണ്ടെന്ന് ബ്ലാങ്ക് അനുമാനിക്കുന്നു. ഇവർ ഇത്രയും വലിയൊരു ചുവടുവെപ്പ് വെക്കുമോ എന്ന് ഹെലൻ സംശയിക്കുമ്പോൾ ബ്ലാങ്ക് അതിന് യുക്തിപരമായ ഒരു മറുപടി നൽകുന്നു. ആൻഡിക്ക് ഉറക്കം ഗുളികകൾ നൽകുകയാണെങ്കിൽ അവൾ കഷ്ടപ്പെടുന്നത് അവർക്ക് കാണേണ്ടി വരില്ല. അവൾ വെറുതെ ഉറങ്ങുകയാണെന്നേ അവർക്ക് തോന്നുകയുള്ളൂ. മാനസികമായി അതവർക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇതിനിടയിൽ വിസ്കി നൽകിയ എനർജി ഡ്രിങ്ക് ഹെലൻ കുടിക്കുന്നു. അതിൽ ആൽക്കഹോൾ ഉണ്ടെന്നും അതുകൊണ്ട് ഹെലൻ സൂക്ഷിക്കണമെന്ന് ബ്ലാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. സീൻ വീണ്ടും പൂൾ സൈഡിലെ തർക്കത്തിലേക്ക് മാറുന്നു. അവിടെ വെച്ച് ഹെലൻ എല്ലാവരുടെയും കാപട്യം തുറന്നു കാട്ടുന്നു. പിന്നീട് ക്ലെയർ അവളുടെ അടുത്തു വന്ന് സംസാരിക്കുന്നു. നീ എന്തുകൊണ്ടാണ് ഇമെയിലിന് മറുപടി നൽകാതിരുന്നത് എന്ന് ഹെലൻ നേരിട്ട് ചോദിക്കുന്നു. തങ്ങളെല്ലാവരും ആൻഡിയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് ക്ലെയർ മറുപടി പറയുന്നു. ആദ്യം ഡ്യൂക്ക്, പിന്നെ താനും ലയണലും, അവസാനം ബേർഡിയും അവിടെ ചെന്നിരുന്നു. എന്നാൽ ആൻഡി ആർക്കും വേണ്ടി വാതിൽ തുറന്നില്ല. ആൻഡിയെപ്പോലെ അഭിനയിക്കുന്ന ഹെലൻ ചോദിക്കുന്നു, അന്ന് ഞാൻ വാതിൽ തുറന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കുമായിരുന്നോ അതോ ആ കവർ തട്ടിയെടുക്കാൻ നോക്കുമായിരുന്നോ? ഇതിന് ക്ലെയറിന്റെ കയ്യിൽ മറുപടിയുണ്ടായിരുന്നില്ല. ഈ വിവരങ്ങളെല്ലാം ഹെലൻ ബ്ലാങ്കിനോട് പറയുന്നു. ഡ്യൂക്കിന്റെയും ബേർഡിയുടെയും ലക്ഷ്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. തുടർന്ന് അവർ ജിമ്മിൽ പോയി ഫാക്സ് മെഷീന്റെ ഹിസ്റ്ററി പരിശോധിക്കുന്നു. ആൻഡിയുടെ ഇമെയിൽ ലയണൽ പ്രിന്റ് ചെയ്ത് മൈൽസിന് അയച്ചുകൊടുത്തു എന്നവർക്ക് മനസ്സിലാകുന്നു. അപ്പോഴാണ് ഡ്യൂക്ക് അവിടേക്ക് വരുന്നത്. അവൻ ഫോണിൽ ആരോടോ ഗൗരവത്തോടെ സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നു. ഇത് സംശയം വർദ്ധിപ്പിക്കുന്നു. മൈൽസും വിസ്കിയും അടുത്തിരിക്കുന്നത് ഡ്യൂക്ക് കണ്ടത് ഇതേ സമയത്താണ്. ആൽഫ ന്യൂസിൽ തനിക്കൊരു ജോലി തരപ്പെടുത്താൻ വേണ്ടിയാണ് ഡ്യൂക്ക് തന്റെ കാമുകിയായ വിസ്കിയെ മൈൽസിന്റെ അടുത്തേക്ക് അയച്ചത്. എന്നാൽ മൈൽസ് അത് നിരസിക്കുന്നു. അത് കാരണം ഡ്യൂക്കിന്റെ ദേഷ്യവും നിരാശയും വർദ്ധിക്കുന്നു. പിന്നീട് ഹെലൻ പെഗ്ഗിന്റെയും ബേർഡിയുടെയും മുറിക്കടുത്തെട്ടുന്നു. പെഗ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നത് അവൾ കാണുന്നു. ഹെലൻ ബേർഡിയുടെ ബാഗിൽ നിന്ന് ആ റെക്കോർഡിംഗ് ഉപകരണം എടുത്ത് ബ്ലാങ്കിനൊപ്പം കേൾക്കുന്നു. ബേർഡി അബദ്ധത്തിൽ ഒരു ഇമെയിലിന് മറുപടി നൽകിയ വിവരം അതിലൂടെ വെളിവാകുന്നു. ബംഗ്ലാദേശിലെ ഒരു സ്വെറ്റ് ഷോപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അത്. തന്റെ പ്രോഡക്റ്റുകൾ വില കുറഞ്ഞ രീതിയിൽ അവിടെ നിർമ്മിക്കാം എന്നാണ് ബേർഡി കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ബാലവേലയായിരുന്നു നടന്നിരുന്നത്. ഈ വിവരം പുറത്തറിഞ്ഞാൽ ബേർഡിയുടെ കരിയർ അവസാനിക്കും. ഈ പ്രതിസന്ധിയിൽ നിന്നും മൈൽസിന് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് മൈൽസ് പറയുന്ന കാര്യങ്ങൾ അവൾക്ക് അനുസരിക്കേണ്ടി വരുന്നത്. മൈൽസ് പറഞ്ഞതുകൊണ്ടാണ് അവൾ ട്വിറ്ററിൽ വിവാദമായ കാര്യങ്ങൾ എഴുതുന്നത്. അതുകൊണ്ടുതന്നെ മൈൽസിനെ സംരക്ഷിക്കാൻ അവൾക്ക് വലിയ താൽപ്പര്യമുണ്ട്. ഇതിനായി ആൻഡിയെ ഇല്ലാതാക്കാനും അവൾ മടിക്കില്ല. ആൻഡിയെ കൊന്ന ആളുടെ പക്കൽ ആ ചുവന്ന കവർ അല്ലെങ്കിൽ റെഡ് എൻവലപ്പ് ഉറപ്പായും ഉണ്ടാകുമെന്നും കൊലയാളി അത് നശിപ്പിക്കാൻ വഴിയില്ലെന്നും ബ്ലാങ്ക് നിരീക്ഷിക്കുന്നു. താൻ മൈൽസിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന് അവനെ കാണിക്കാൻ അത് സഹായിക്കും. ഇതിനായി ബ്ലാങ്ക് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഹെലൻ ഡിന്നർ സമയത്ത് മനഃപൂർവ്വം ആരോടെങ്കിലും വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകണം. അപ്പോൾ ആർക്കും സംശയമില്ലാതെ എല്ലാവരുടെയും മുറികളിൽ കയറി ആ കവർ തിരയാൻ അവൾക്ക് സാധിക്കും. ഹെലൻ കൃത്യമായി അതുതന്നെ ചെയ്യുന്നു. എല്ലാവരുടെയും മുറികൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ അവളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനുകൾ വരുന്നു. ആൻഡി മരിച്ച വാർത്ത ഇന്റർനെറ്റിൽ വൈറലായി കഴിഞ്ഞു. ഇത് കണ്ട് ഹെലൻ പരിഭ്രാന്തയാകുന്നു. അവൾ വേഗത്തിൽ തിരച്ചിൽ തുടരുന്നു. ഡ്യൂക്കിന്റെ മുറിയിലെത്തിയപ്പോൾ വിസ്കി അവിടെ കരഞ്ഞുകൊണ്ടുവരുന്നു. മുറിയുടെ അവസ്ഥ കണ്ട് വിസ്കി ഭയക്കുന്നു. ഡ്യൂക്കിന്റെ കരിയർ ഓർത്താണ് അവൾ കരയുന്നതെന്ന് ഹെലൻ കരുതുന്നു. എന്നാൽ ഡ്യൂക്കിനെന്തോ സംഭവിച്ചു എന്ന് വിസ്കി പറയുന്നു. ഡ്യൂക്ക് അത് അർഹിക്കുന്നുണ്ടെന്ന് ഹെലൻ അലക്ഷ്യമായി മറുപടി പറയുന്നു. ഇത് കേട്ട് വിസ്കി കൂടുതൽ ഭയക്കുന്നു. ആൻഡിയാണ് ഡ്യൂക്കിനെ ഉപദ്രവിച്ചതെന്ന് വിസ്കി വിശ്വസിക്കുന്നു. സത്യത്തിൽ ഡ്യൂക്ക് മരിച്ച വിവരം ഹെലൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ലൈറ്റ് ഓഫാകുന്നു. പരിഭ്രാന്തിയിലായ വിസ്കി ഹെലനെ ആക്രമിക്കുന്നു. ഹെലൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ബ്ലാങ്കിനെ കാണുന്നു. ആ കവർ കിട്ടിയോ എന്ന് ബ്ലാങ്ക് ചോദിച്ചെങ്കിലും ഒരു മുറിയിൽ നിന്നും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഹെലൻ പറയുന്നു. ആ കവർ കൊലയാളി നേരത്തെ തന്നെ മൈൽസിന് നൽകി കാണുമെന്നും അതുകൊണ്ട് അത് മൈൽസിന്റെ ഓഫീസിലുണ്ടാകുമെന്നും ബ്ലാങ്ക് തിരിച്ചറിയുന്നു. ഹെലനെ അങ്ങോട്ടയക്കുന്നു. എന്നാൽ അവൾ മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും ആരോ അവൾക്ക് നേരെ വെടിയുതിർക്കുന്നു. അവൾ നിലത്തു വീഴുന്നു. അങ്ങനെയാണ് കഥ നമ്മൾ നേരത്തെ കണ്ട ആ നിമിഷത്തിലെത്തുന്നത്. ഹെലൻ വെടിയേറ്റു. എന്നാൽ ഇവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആ വെടിയുണ്ട ഹെലന്റെ ജീവനെ എടുത്തില്ല.
അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ആൻഡിയുടെ ലെതർ ഡയറിയിൽ തട്ടി വെടിയുണ്ട നിന്നു. ഹെലൻ സുരക്ഷിതയായിരുന്നു. ബ്ലാങ്ക് ഉടൻ തന്നെ സാഹചര്യം മനസ്സിലാക്കി ഹെലനോട് മരിച്ചതുപോലെ അഭിനയിക്കാൻ പറയുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ മാറുമ്പോൾ അവൾക്ക് മൈൽസിന്റെ ഓഫീസിൽ പോയി കവർ തിരയാം. ബ്ലാങ്ക് എല്ലാവരെയും അകത്തേക്ക് അയക്കുന്നു. ഹെലന് സമയം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുന്നു. ഇപ്പുറത്ത് മൈൽസിന്റെ ഓഫീസിൽ തിരച്ചിൽ നടത്തുന്ന ഹെലന് ഒടുവിൽ ആ ചുവന്ന കവർ ലഭിക്കുന്നു. മൈൽസ് ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന ആ പഴയ നാപ്കിനു പിന്നാലായിരുന്നു അത് ഒളിച്ചിരുന്നത്. ഇപ്പുറത്ത് ബ്ലാങ്ക് എല്ലാവരോടുമായി പറയുന്നു, ഡ്യൂക്കിന്റെ മരണം ഒരു അപകടമല്ല. ഡ്യൂക്ക് അബദ്ധത്തിൽ മൈൽസിന്റെ ഗ്ലാസ് എടുത്തു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ മൈൽസ് തന്നെയായിരുന്നു തന്റെ ഗ്ലാസ് ഡ്യൂക്കിന് നൽകിയത്. അതായത് മൈൽസ് ആണ് ഡ്യൂക്കിനെ കൊന്നത്. എന്തുകൊണ്ട്? ലയണൽ ആൻഡിയുടെ ഇമെയിൽ ഫോർവേഡ് ചെയ്തപ്പോൾ തന്നെ മൈൽസ് ആൻഡിയുടെ വീട്ടിലെത്തി. മൈൽസിനെ ആൻഡിക്ക് പേടിയില്ലാത്തതുകൊണ്ട് അവൾ അവനെ അകത്ത് പ്രവേശിപ്പിച്ചു. എന്നാൽ മൈൽസ് അവൾക്ക് ഉറക്കഗുളികകൾ നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. അതൊരു ആത്മഹത്യയാണെന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിലാണ് അവനത് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം തിരികെ വരുമ്പോൾ മൈൽസ് ഡ്യൂക്കിനെ കണ്ടിരുന്നു. ഡ്യൂക്കിന്റെ ബൈക്ക് മൈൽസിന്റെ കാറിൽ ഇടിക്കാൻ പോയ സംഭവം ഓർമ്മയില്ലേ? പൂൾ സീനിൽ ഡ്യൂക്ക് ഇത് പറഞ്ഞിരുന്നു. എന്നാൽ മൈൽസ് അത് തന്ത്രപരമായി മാറ്റി പറഞ്ഞു. പിന്നീട് ആൻഡിയുടെ മരണം വാർത്തയായപ്പോൾ ഡ്യൂക്ക് അതൊരു ബ്ലാക്ക് മെയിലിംഗിനുള്ള അവസരമായി കണ്ടു. ആൽഫ ന്യൂസിൽ ഒരു ഡീൽ ഉറപ്പിക്കാൻ ഡ്യൂക്ക് മൈൽസിനെ നിർബന്ധിച്ചു. അപ്പോഴാണ് മൈൽസ് അവന്റെ ഡ്രിങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് കലർത്തി നൽകിയത്. ഡ്യൂക്കിന് പൈനാപ്പിൾ അലർജി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരിച്ചത്. മൈൽസ് കഴിഞ്ഞ 6 മാസമായി ഐലൻഡിൽ തന്നെയായിരുന്നു എന്ന് ലയണൽ പറയുമ്പോൾ അടുത്തിടെ വിസ്കിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി മൈൽസ് നഗരത്തിൽ പോയിരുന്നുവെന്ന് വിസ്കി തന്നെ സ്ഥിരീകരിക്കുന്നു. അതെ, ഇതിലൂടെ മൈൽസിന്റെ കള്ളം പൊളിഞ്ഞു. അപ്പോഴാണ് ഹെലൻ ആ ചുവന്ന കവറുമായി അവിടേക്ക് വരുന്നത്. ആൻഡി മരിച്ചുവെന്ന് കരുതിയ ബാക്കിയുള്ളവർ അവളെ കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾ ആൻഡിയല്ല, സഹോദരി ഹെലനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഡ്യൂക്കിന് ശേഷം മൈൽസിന്റെ അടുത്ത ലക്ഷ്യം ഹെലനായിരുന്നുവെന്ന് ബ്ലാങ്ക് വ്യക്തമാക്കുന്നു. അവിടെ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ ആരും തന്നെ സംശയിക്കില്ല എന്ന് കരുതിയാണ് ഡ്യൂക്കിന്റെ തോക്കുപയോഗിച്ച് മൈൽസ് ഹെലനെ വെടിവെച്ചത്. തന്റെ പക്കൽ യഥാർത്ഥ ടിഷ്യൂ പേപ്പർ അഥവാ തെളിവുണ്ടെന്ന് ഹെലൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ മൈൽസ് ഒട്ടും വൈകാതെ ഒരു ലൈറ്റർ ഉപയോഗിച്ച് എല്ലാവരുടെയും മുന്നിലിട്ട് ആ തെളിവ് കത്തിച്ചു കളഞ്ഞു. മൈൽസ് ചെയ്തത് കോടതിയിൽ സാക്ഷി പറയുമോ എന്ന് ഹെലൻ എല്ലാവരോടും ചോദിക്കുന്നു. എന്നാൽ ആരും അവളെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ ജോലി തെളിവുകൾ കണ്ടെത്തുക എന്നത് മാത്രമാണെന്നും ബ്ലാങ്ക് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഹെലനെ ഒരു ഡ്രിങ്ക് നൽകുകയും രഹസ്യമായി അവളുടെ കയ്യിൽ എന്തോ കൊടുക്കുകയും ചെയ്യുന്നു. ദേഷ്യം വന്ന ഹെലൻ മൈൽസിന്റെ ഗ്ലാസ് രൂപങ്ങൾ തല്ലിത്തകർക്കാൻ തുടങ്ങുന്നു. പതുക്കെ ക്ലെയറും വിസ്കിയും ബേർഡിയും അതിൽ പങ്കുചേരുന്നു. അവിടെ ആകെ വലിയൊരു ബഹളമായി മാറുന്നു. ക്ലിയർ എന്ന പ്രോഡക്റ്റ് എത്രത്തോളം അപകടകാരിയാണെന്ന് തെളിയിക്കാൻ ഹെലൻ തീരുമാനിക്കുന്നു. ബ്ലാങ്ക് മൈൽസിന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ച് ഹെലന് നൽകിയ ആ ക്ലിയർ കഷ്ണത്തിന് അവൾ തീ കൊടുക്കുന്നു. അതോടെ അവിടെ വലിയൊരു സ്ഫോടനമുണ്ടാകുന്നു. കാരണം ആ വില്ല മുഴുവൻ പ്രവർത്തിച്ചിരുന്നത് ഈ അപകടകരമായ ഇന്ധനം ഉപയോഗിച്ചായിരുന്നു. ഗ്ലാസ് ഒണിയൻ വില്ല ആകെ കത്താൻ തുടങ്ങുന്നു. റൂഫ് ടോപ്പിലിരുന്ന ആ നീല കാർ താഴേക്ക് വീഴുന്നു. എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടുന്നു. ഇതിനിടയിൽ ഹെലൻ മോണാലിസ പെയിന്റിങ്ങിനെ നോക്കുന്നു. പെയിന്റിങ്ങിന് മുന്നിലുള്ള ആ സുരക്ഷാ ഷീൽഡ് മാറ്റാൻ അവൾ ഓടുന്നു. മൈൽസ് അവളെ തടയാൻ നോക്കിയെങ്കിലും ഗ്ലാസ് കഷ്ണങ്ങളിൽ തട്ടി അവൻ വഴുതി വീഴുന്നു. ഹെലൻ ആ ഷീൽഡ് തുറന്ന് മോണാലിസ പെയിന്റിംഗ് കത്തിച്ചാമ്പലാകാൻ അനുവദിക്കുന്നു. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ പെയിന്റിങ്ങിന്റെ വില നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാണ് ഹെലൻ ഇപ്പോൾ തീയിട്ടത്. മൈൽസ് വാടകയ്ക്കെടുത്ത ആ പെയിന്റിംഗ് ഇപ്പോൾ പൂർണ്ണമായും നശിച്ചുപോയി. ഇതിന്റെ ഉത്തരവാദി മൈൽസ് തന്നെയായിരിക്കും. ഇതിനുശേഷം എല്ലാവരും വില്ലയ്ക്ക് പുറത്തിറങ്ങുന്നു. മൈൽസ് ദേഷ്യം കൊണ്ട് ഹെലന് നേരെ ആക്രോശിക്കുന്നുണ്ട്. എന്നാൽ ഹെലൻ അവന് കൃത്യമായ മറുപടി നൽകുന്നു. അവന്റെ ക്ലിയർ പ്രോജക്റ്റ് ഇനി ലോകത്തിന് തന്നെ ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു. മോണാലിസയെപ്പോലെ മൈൽസും ഇനി എന്നും ഓർമ്മിക്കപ്പെടും. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടിയായ മോണാലിസയെ നശിപ്പിച്ചവനെന്ന നിലയിലായിരിക്കും അത്. ഇത്രയും പറഞ്ഞ് ഹെലൻ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല, ഹെലൻ പെയിന്റിംഗ് കത്തിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് മൈൽസ് ഇപ്പോഴും സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ സുഹൃത്തുക്കൾ എല്ലാവരും മൈൽസിനെതിരെ തിരിയുന്നു. മൈൽസ് ഇനി തകർന്നു എന്നവർക്ക് മനസ്സിലായി. മൈൽസ് ആ ടിഷ്യൂ പേപ്പർ കത്തിക്കുന്നത് താൻ കണ്ടു എന്ന് ബേർഡി പറയുന്നു. ഡ്യൂക്കിന്റെ തോക്ക് മൈൽസ് എടുക്കുന്നത് താൻ കണ്ടുവെന്ന് ക്ലെയറും ആൻഡിയുടെ വീട്ടിൽ നിന്ന് മൈൽസ് ഇറങ്ങി വരുന്നത് താൻ കണ്ടുവെന്ന് ലയണലും സാക്ഷി പറയുന്നു. അപ്പോഴേക്കും ദൂരെ നിന്ന് ഇവരെ രക്ഷിക്കാനായി ഒരു ബോട്ട് വരുന്നത് കാണാം. ആ പവർഫുൾ സീനോടെ സിനിമ അവസാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഗ്ലാസ് ഒണിയൻ എന്ന സിനിമയുടെ കഥ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആൻഡിയും സുഹൃത്തുക്കളും അടങ്ങുന്ന ഗ്രൂപ്പിലേക്ക് മൈൽസ് വരുന്നു. എല്ലാവരെയും അവൻ സഹായിക്കുന്നുണ്ടെങ്കിലും ആൻഫ കമ്പനി തുടങ്ങാനുള്ള യഥാർത്ഥ ഐഡിയ ആൻഡിയുടേതായിരുന്നു. കമ്പനി വളർന്നതോടെ എല്ലാവരും വലിയ നിലയിലെത്തി. പിന്നീട് ക്ലിയർ എന്ന ഹൈഡ്രജൻ ഫ്യൂൽ ഉപയോഗിച്ച് ലോകം കീഴടക്കാൻ മൈൽസ് ആഗ്രഹിച്ചു. എന്നാൽ അത് എളുപ്പത്തിൽ തീപിടിക്കുന്ന ഒന്നായിരുന്നു. ഹൈലി ഇൻഫ്ലെയിമബിൾ.
ആൻഡി ഇതിനെ എതിർത്തപ്പോൾ മൈൽസ് അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ആൽഫ കമ്പനിയുടെ യഥാർത്ഥ ഐഡിയ ആൻഡി എഴുതിയ ആ ടിഷ്യൂ പേപ്പറായിരുന്നു ഇതിലെ ഏറ്റവും വലിയ തെളിവ്. ആ തെളിവ് ആൻഡിക്ക് ലഭിച്ചപ്പോൾ അവളെ ഇല്ലാതാക്കുകയല്ലാതെ മൈൽസിനു മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. ആൻഡി മരിച്ച വിവരം ആരും അറിയാത്തതുകൊണ്ട് ഹെലൻ ആൻഡിയായി വേഷം മാറി ഐലൻഡിലെത്തി. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. സുഹൃത്തുക്കൾ എന്തിനാണ് മൈൽസിനെ പിന്തുണച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. മൈൽസ് അവരെയെല്ലാം തൻ്റെ പാവകളെപ്പോലെ നിയന്ത്രിക്കുകയായിരുന്നു എന്ന് സിനിമയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവർക്ക് സഹായങ്ങൾ നൽകിയിരുന്നതും എന്നാൽ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അവരെ തകർക്കാൻ കഴിയുന്നവനുമായിരുന്നു മൈൽസ്. അതുകൊണ്ട് ആ സമ്മർദ്ദത്തിലാണ് അവർ മൈൽസിനെ പിന്തുണച്ചത്. സിനിമയുടെ ഒരു ഘട്ടത്തിൽ മൈൽസ് കൊല്ലപ്പെടാൻ പോകുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഓരോ സുഹൃത്തുക്കൾക്കും അവനെ കൊല്ലാൻ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും ഓരോ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച മേർഡർ മിസ്റ്ററി അനുഭവമാണ് നൽകുന്നത്. ഇവിടെ നിന്നാണ് ഒരു പുതിയ തിയറി വരുന്നത്. മൈൽസ് ഒരിക്കലും ഒരു ജീനിയസ് വില്ലൻ ആയിരുന്നില്ല. അവൻ വെറുമൊരു ഡേഞ്ചറസ്ലി ലക്കി ഫൂൾ, അതായത് അപകടകാരിയായ ഭാഗ്യമുള്ള വിഡ്ഢി മാത്രമായിരുന്നു. സിനിമയിലുടനീളം ഒരു വലിയ ദീർഘവീക്ഷണമുള്ള ജീനിയസ് ആയിട്ടാണ് അവൻ സ്വയം അവതരിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ്റെ പ്രവൃത്തികളിൽ യുക്തിയേക്കാൾ കൂടുതൽ വിവേകശൂന്യതയാണ് കാണുന്നത്. ഉദാഹരണത്തിന്, ആ പസിൽ ബോക്സുകൾ അവൻ സ്വയമല്ല നിർമ്മിച്ചത്, മറ്റൊരു ജീനിയസിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ആ മേർഡർ മിസ്റ്ററി ഗെയിം പോലും ഒരു പ്രശസ്ത എഴുത്തുകാരനെ കൊണ്ട് പ്ലാൻ ചെയ്യിച്ചതാണ്. അവൻ ചെയ്ത കൊലപാതകത്തിൽ പോലും വളരെ വ്യക്തമായ മണ്ടത്തരങ്ങൾ അവൻ വരുത്തിയിരുന്നു. ഇതൊന്നും ഒരു മാസ്റ്റർ മൈൻഡിന്റെ ലക്ഷണങ്ങളല്ല. ചുരുക്കത്തിൽ, മൈൽസ് ഒരിക്കലും ആൽഫ കമ്പനിയുടെ യഥാർത്ഥ തലയായിരുന്നില്ല. ഐഡിയകൾ ആൻഡിയുടേതായിരുന്നു. അത് നടപ്പിലാക്കിയിരുന്നത് ലയണലിനെ പോലുള്ളവരായിരുന്നു. മൈൽസ് വെറുമൊരു മുഖം മാത്രമായിരുന്നു. തന്റെ പണവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് അവൻ എല്ലാവരെയും നിയന്ത്രിച്ചു. ആൻഡി പോയതോടെ മൈൽസിന്റെ യഥാർത്ഥ നിലവാരം പുറത്തുവന്നു. പരിഭ്രാന്തനായ അവനെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു. ഡ്യൂക്കിനെ കൊന്നത് ഒരു വലിയ പ്ലാനിന്റെ ഭാഗമായിരുന്നില്ല, മറിച്ച് ഡ്യൂക്ക് ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോൾ പേടിച്ചുപോയി ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് ഡിറ്റക്റ്റീവ് ബ്ലാങ്കിന് ഈ കേസ് ബോറടിച്ചത്. കാരണം ഇതിൽ വലിയ ബുദ്ധിയൊന്നുമുണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ് ഒണിയൻ പോലെ ഉള്ളിലുള്ളതെല്ലാം പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വ്യക്തമായിരുന്നു. ക്ലിയർ ആസ് എ ഗ്ലാസ് ഒണിയൻ. ഈ സിനിമ ജീനിയസുകൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് സത്യവും മണ്ടത്തരവും തമ്മിലുള്ള പോരാട്ടമാണ്. അധികാരമുള്ള മണ്ടന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികൾ എന്നിത് കാണിച്ചു തരുന്നു. സത്യത്തിൽ മൈൽസ് മാത്രമല്ല ആൻഡിയുടെ മരണത്തിനുത്തരവാദി. അവന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്ന സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാണ്. അവരെല്ലാവരും ചേർന്ന് ആൻഡിയെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അവസാനം പോലും മൊണാലിസ പെയിന്റിംഗ് സുരക്ഷിതമായിരുന്നിടത്തോളം കാലം ഹെലനെ സഹായിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. എല്ലാവരും മൈൽസിന്റെ കൂടെയായിരുന്നു. എന്നാൽ മൊണാലിസ നശിക്കുകയും മൈൽസിന്റെ സാമ്പത്തിക തകർച്ച ഉറപ്പാകുകയും ചെയ്തപ്പോൾ മാത്രമാണ് അവരെല്ലാവരും അവനെതിരെ തിരിഞ്ഞത്. മൈൽസ് നേരിട്ട് കൊലപാതകം ചെയ്തെങ്കിലും ആൻഡിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ സുഹൃത്തുക്കൾ കൂടിയാണ്. അതുകൊണ്ട് ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ ഒരാളല്ല, മറിച്ച് എല്ലാവരിലുമുള്ള അത്യാഗ്രഹമാണ്. അവർ വിശ്വസ്തരാണെന്ന് നടിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല. എല്ലാവരും വിജയത്തിനു വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വെച്ചവരാണ്. ഇനി ഈ സിനിമയിലെ മറ്റൊരു രസകരമായ കാര്യം പറയാം. ഈ ഐലൻഡിലെത്തുമ്പോൾ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. കഥയുമായി യാതൊരു ബന്ധവുമില്ലാതെ അവിടെ വെറുതെ ചിൽ ചെയ്ത് നടക്കുന്ന ഒരാൾ. സിനിമ വിശദീകരിച്ചപ്പോൾ ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല, പക്ഷേ അയാൾ പല സീനുകളിലും വരുന്നുണ്ട്. ആരാണയാൾ? അയാളുടെ പേര് ഡെറോൾ എന്നാണ്. താൻ അവിടെ ഇല്ലാത്ത പോലെ എല്ലാവരും തന്നെ അവഗണിക്കണം എന്നാണ് ആദ്യം തന്നെ അയാൾ പറയുന്നത്. അതായത് അയാൾ അവിടെ വെറുതെ സമയം കളയാൻ വന്ന ഒരാൾ മാത്രമാണ്. മൈൽസ് വളരെ നിസ്സാരമായി അത് വിശദീകരിക്കുന്നുണ്ട്. അവന്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അഥവാ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന്. പുറമേ നോക്കിയാൽ ഡെറോൾ ഒരു തമാശയുള്ള പശ്ചാത്തല കഥാപാത്രമായി മാത്രമേ തോന്നൂ. അവന് കഥയുമായി യാതൊരു ബന്ധവുമില്ല. അവൻ പണക്കാരനോ സ്വാധീനമുള്ളവനോ അല്ല, വെറുതെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാൾ മാത്രം. ശരിയല്ലേ? എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന തിയറി പ്രകാരം ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിറർ ക്യാരക്ടറാണ് ഡെറോൾ. സംവിധായകൻ റയൻ ജോൺസൺ മനഃപൂർവ്വം കാറ്റോ കെയ്ലിൻ എന്ന വ്യക്തിയെ മാതൃകയാക്കിയാണ് ഈ കഥാപാത്രത്തെ രൂപകൽപ്പന ചെയ്തത്. ആരാണ് കാറ്റോ കെയ്ലിൻ?
പ്രശസ്തമായ O.J. സിംപ്സൺ ട്രയൽ നടന്ന സമയത്ത് സിംപ്സണിന്റെ ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിരുന്ന സാക്ഷിയാണ് അദ്ദേഹം. അതായത് കൊലപാതകം നടന്ന അതേ രാത്രിയിൽ തന്നെ അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഡെറോൾ എന്ന കഥാപാത്രം ഒരു റെഡ് ഹെറിംഗ് അഥവാ നമ്മളെ വഴിതെറ്റിക്കുന്ന സൂചനയാണ്. പക്ഷേ അത് അർത്ഥവത്തായ ഒന്നാണ്. ഐലൻഡിലെ മറ്റു ഡിസ്റപ്റ്റേഴ്സ് അഥവാ ഗവർണർ, സയന്റിസ്റ്റ്, മോഡൽ തുടങ്ങിയവരെല്ലാം സ്വന്തം പ്രതിക്ഷേപ രക്ഷിക്കാൻ പരസ്പരം ചതിക്കുകയാണ്. എന്നാൽ ഡെറോൾ അവിടെ യാതൊരു ഗൂഢലക്ഷ്യങ്ങളുമില്ലാതെ ബിയർ കുടിച്ച് നടക്കുകയാണ്. വിജയത്തിനും അധികാരത്തിനും പിന്നാലെ പായുന്ന മൈൽസ് ബ്രോണിന്റെ ആശയങ്ങൾക്ക് തികച്ചും വിപരീതമാണ് ഡെറോൾ. അധികാരത്തിനും പ്രശസ്തിക്കും പിന്നാലെ പായുന്നവരേക്കാൾ ആ ദ്വീപിലെ ഏറ്റവും സ്വതന്ത്രനായ മനുഷ്യൻ ഡെറോളാണ്. ക്ലിയർ? കാരണം ആ വില്ല കത്തുമ്പോൾ എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. പക്ഷെ ഡെറോൾ അതൊന്നും കൂസാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മറ്റൊരു രസകരമായ കാര്യം, ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നോവ സീഗൺ എന്നാണ്. അദ്ദേഹം നൈവ്സ് ഔട്ട് 1-ാം ഭാഗത്തിൽ ട്രൂപ്പർ വാഗ്നറുടെ വേഷം ചെയ്തിരുന്നു. റയൻ ജോൺസന്റെ മിക്ക സിനിമകളിലും അദ്ദേഹം ഏതെങ്കിലും വേഷത്തിൽ എത്താറുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇൻസൈഡ് ജോക്കും കൂടിയാണ്. ചുരുക്കത്തിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ അത്യാഗ്രഹത്തിനും അധികാരത്തിനും പിന്നാലെ ചിലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യൻ ഇവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നവനാണ് എന്നാണ് ഈ സിനിമ പറഞ്ഞുവെക്കുന്നത്. ആൻഡിക്ക് നീതി വേണമായിരുന്നു. ഹെലൻ അവളുടെ സഹോദരിക്കു വേണ്ടി പോരാടുകയായിരുന്നു. എന്നാൽ ഡെറോൾ വെറുതെ ബിയർ കുടിച്ച് നടക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ ഐലൻഡിലെ ഏറ്റവും ബുദ്ധിയുള്ള ആൾ അവനായിരിക്കാം. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഗ്ലാസ് ഓണിയൻ എന്ന സിനിമയുടെ കഥ. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? കൂടുതൽ കിടിലൻ സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.